നിങ്ങൾക്ക് 1000 ദിവസങ്ങളേക്കാൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരു ദിവസം എത്ര അനുഗ്രഹീതമാണ്. ശബരാനാഥ, എത്ര ഭാഗ്യപ്പെട്ട ഒരു ദിവസമാണിത്. ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് തന്റെ മുദ്ര നിങ്ങളുടെ മേൽ ഇട്ടിട്ടുണ്ട്. കർത്താവിന്റെ ഒരു അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ട് എന്നത് തന്നെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിന്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു തെളിവാണിത്. പല തടസ്സങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാധിച്ചത്. ജീവിതം മുഴുവൻ ശ്രമപ്പെട്ട മക്കളെ, എല്ലാ നിയമങ്ങളും ഒന്നും ചോദിക്കാനൊന്നും ഇല്ലെന്നേ. കർത്താവേ നീ മാത്രം മതി, കർത്താവേ നീ മാത്രം മതി, കർത്താവേ നീ മാത്രം മതി, കർത്താവേ നീ മാത്രം മതി, കർത്താവേ നീ മാത്രം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക, സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കാതെ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക. സന്തോഷത്തോടെ ഈശോ ചിരിച്ചു കാണിക്കുന്നത് പ്രാർത്ഥിക്കുക. നല്ലൊരു ചിരിയോടെ കർത്താവിന് നന്ദി പറഞ്ഞേ. വലിയ സ്നേഹമാണ്. ഈശോ നോക്കി ചിരിക്കണം. എന്തോ ഈശോ നോക്കി കരഞ്ഞാൻ പറ്റത്തില്ല. ഈശോ നോക്കി ചിരിക്കണം. നമുക്ക് ഈശോ നോക്കി സന്തോഷത്തോടെ പറയണം, എന്റെ ഈശോയെ നീ എന്റെ ഭാഗ്യമല്ലേ ഈശോയെ, നീ എന്റെ സന്തോഷമല്ലേ ഈശോയെ, നീ എന്റെ ആനന്ദമല്ലേ ഈശോയെ, എനിക്കൊന്നും വേണ്ട ഈശോയെ, ഒന്നും ഞാൻ ചോദിക്കുന്നില്ല ഈശോയെ, എല്ലാം അറിയാവില്ല ഈശോയെ. മനസ്സുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിച്ചവങ്ങളെ എന്റെ പൊന്നോട്ട് നമ്പരാനങ്ങളും വലിയ എന്താ നമുക്ക് കിട്ടാനുള്ളത്? ഈശോ നീ മാത്രം മതി. എന്താ കർത്താവേ ഉള്ളത്? ഒരു കുർബാനയേക്കാൾ വിലയുള്ളത് എന്താണ് കർത്താവേ ഉള്ളത്? നീ എന്റെ ജീവിതത്തിലേക്ക് ഒരപ്പമായി, നീ എന്നിലേക്ക് ദിവ്യകാരുണ്യമായി, നീ എന്നിലേക്ക് എന്റെ നാവിൽ അലിയുന്ന, എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന ദൈവിക സാന്നിധ്യമായിട്ട് നീ വരികയാണല്ലോ. എന്തൊരു അത്ഭുതം ഇത്, എന്തൊരു അത്ഭുതം ഇത്, എന്തൊരു അത്ഭുതം ഇത് കർത്താവേ. ഈ കുർബാനയിലെ അത്ഭുതം, ഓ കർത്താവേ, എന്തൊരു വിസ്മയമാണ് കർത്താവേ ഇത്, എന്തൊരു ആനന്ദമാണിത്, എന്തൊരു ഭാഗ്യമാണിത്. ഈശോയേ, നിന്റെ ആൾത്താരിയോട് ചേർന്നിരിക്കുന്ന ഭാഗ്യം, നിന്റെ ആൾത്താരിയിൽ നിന്ന് ലഭിക്കുന്ന ഭാഗ്യം, ഇതിനപ്പുറം ഇതിലും വലിയൊരു ഭാഗ്യമുണ്ടോ? ഈശോയേ, 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 ഈശോയേ. നമ്മളെ ദൈവത്തിന്റെ സ്നേഹമാണ് കുർബാന, ദൈവത്തിന്റെ സ്നേഹമാണ് കുർബാന. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് കുർബാനയുടെ ആമുഖം എഴുതിയിരിക്കും. വചനം 12-ൽ ആരംഭിക്കേണ്ടതാണ്. 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു പറഞ്ഞു. ഹല്ലേലൂയ. ഈശോയ്ക്ക് മനസ്സിലായി 33-ാമത്തെ പെസഹ ആഘോഷിക്കാൻ പോവുക യേശു. ഈശോയുടെ ജീവിതത്തിലെ 33-ാമത്തെ പെസഹയായപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി, ദിസ് ഈസ് ദി അവർ. ഒരു ദൈവസമയം എന്നൊരു കാര്യമുണ്ട് മക്കളെ, ദ ടൈം ഓഫ് ഗോഡ്. നമ്മളെല്ലാവരെയും സംബന്ധിച്ച് ഒരു അപ്പോയിൻമെന്റ് ഉണ്ട് അല്ലേ? നമ്മളൊരു ഡോക്ടറെ കാണാൻ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും 2 മണിക്ക് പോരാൻ പറയും. ഇല്ലെങ്കിൽ ഒരു അച്ഛനെ കാണാൻ വേണ്ടി അച്ഛൻ പറയും 2:30 മണിക്ക് നിങ്ങൾ വന്ന് കണ്ടോളൂ. ഒരു അപ്പോയിൻമെന്റ്. കുർബാന ദൈവവുമായിട്ടുള്ളൊരു അപ്പോയിൻമെന്റ് ആണ്. കുർബാന ദൈവവുമായിട്ട് ദൈവത്തിന്റെ സമയത്തിലേക്കുള്ള പ്രവേശിക്കല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ കഷ്ടതയുടെ സമയങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളുടെ സമയങ്ങളിൽ നിന്ന്, ദുഃഖത്തിന്റെ സമയത്തിൽ നിന്ന് നിനക്ക് കർത്താവിന്റെ സമയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യത്തിന്റെ സമയത്തിന്റെ പേരാണ് കുർബാന സമയം. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ സമയത്തിലെ കഷ്ടപ്പാടിന്റെ സമയം. എന്നോട് ഇപ്പം പറഞ്ഞു വെച്ചോ, കടലിലൊന്നുമില്ല, കടലിൽ മീനില്ല, അച്ഛാ ജോലിക്ക് പോകാൻ പറ്റണില്ല, കടലിൽ മീനില്ലെങ്കിൽ കരയിലൊന്നുമില്ല. സ്വർണ്ണക്കടയുണ്ടാകാം, റൊട്ടിക്കടയുണ്ടാവാം, എല്ലാ കടകളും. കടലിൽ മീനില്ലെങ്കിൽ ആ കടകളൊക്കെ അടച്ചു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിന്റെ ഒരു സമയമുണ്ട്. ഈ ശക്തികുളങ്ങര ദേശത്തെ സംബന്ധിച്ച് ദൈവമക്കള്, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവര് ദൈവത്തിന്റെ സമയത്തിൽ
പ്രവേശിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയം. കഷ്ടതയുടെ നാളുകളെ കടന്ന് ദൈവത്തിന്റെ സമയം. ദുരിതങ്ങളുടെ നാളുകളെ കഴിഞ്ഞ് കർത്താവിന്റെ സമയം. പട്ടിണിയുടെ നാള് കഴിഞ്ഞ് കർത്താവിന്റെ നാള്. ഇതാ വാർത്തയുടെ നാളുകൾ കഴിഞ്ഞ് ദൈവത്തിന്റെ സമയത്തിലേക്ക് പ്രവേശിക്കുക. നമ്മൾ ദൈവത്തിന്റെ സമയമുണ്ട് പിതാവിന്റെ പക്കലേക്ക് പോകാൻ. ഈ ഭൂമിയിലെ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഈശോ ഒരു ദൈവസമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സത്യത്തിൽ കുർബാന എന്ന് പറയുന്നത് ഒരു ദൈവസമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ ഈ വാതിൽ കടന്ന് അകത്തേക്ക് വരുമ്പോൾ യു ആർ എൻറ്ററിങ് ഇൻ ടു ദ കേവോസ്. കേവോസിന് ദൈവത്തിന്റെ സമയമാണ്. ദൈവത്തിന്റെ പദ്ധതികളുടെ, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ, ദൈവത്തിന്റെ കൃപയുടെ സമയത്തിന് വരാം കേവോസ്. എവിടെ അറിയോ? നമ്മളൊരു ദൈവത്തിന്റെ സമയത്തിലേക്ക് വാച്ച് നോക്കി വെളിയിൽ നടന്നെങ്കിൽ അകത്ത് കയറുമ്പോൾ നമുക്ക് വാച്ചില്ല. അകത്ത് കയറുമ്പോൾ വാച്ചല്ല നമ്മുടെ സമയം തീരുമാനിക്കുന്നത്. അകത്ത് കയറുമ്പോൾ തമ്പുരാന്റെ സ്നേഹമാണ് നമ്മുടെ സമയം നിയന്ത്രിക്കുന്നത്, നമ്മുടെ സമയം നിശ്ചയിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ കുർബാന, നമ്മുടെ ജെയിംസ് ആനാവർമ്മൽ പിതാവ് ദിവ്യകാനന്ദന്റെ പേര് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞ് ഞാൻ ഓർക്കുക. പിതാവ് പറഞ്ഞു, ഇറ്റ് ഇസ് സമയമില്ലാത്ത സമയത്തേക്ക്. സമയമില്ലാത്ത സമയമായിരുന്നു. ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്ന സമയമാണ്. സൂര്യൻ നിന്നു പോകുന്ന സമയമാണ്. ചന്ദ്രൻ നിന്നു പോകുന്ന സമയമാണ്. എല്ലാ ഹൃദയമിടിപ്പുകളും നിന്നു പോകുന്ന സമയമാണ്. കുർബാന സമയമില്ലാത്ത സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ആനന്ദം നമുക്കറിയത്തില്ലേ? ഒരു മരണം വീട്ടിൽ നടന്നു. ആ ഭൗതിക ശിഷ്ടവുമായിട്ട് മൃതദേഹവുമായിട്ട് ദേവാലയത്തിൽ വന്നിട്ട് ഒരു കുർബാന ചൊല്ലുമ്പോൾ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആ കുർബാന ചൊല്ലുമ്പോൾ പറയാം, അനുജൻ മരിച്ചു, അനുജന്റെ ശവസംസ്കാരത്തിന് പിതാവ് കുർബാന ചൊല്ലുമ്പോൾ ഞാൻ അടുത്ത് നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ച് എല്ലാം തീർന്നൊരു സമയമാണ്. ഹോപ്പ്ലെസ്നെസ്, പ്രതീക്ഷകളൊക്കെ തീർന്നു. ഞാൻ വിചാരിച്ചാൽ ഇവൻ സുഖപ്പെടുമെന്ന്. ഇവൻ്റെ രോഗം മാറുന്ന സത്യമായി ഞാൻ വിശ്വസിച്ചിരുന്നു. എൻ്റെ ഉള്ളിൽ ആത്മാവ് പറഞ്ഞിരുന്നു ഇവൻ സുഖപ്പെടുമെന്ന്. അവൻ സുഖപ്പെടുമെന്ന് എനിക്കൊരു വല്ലാത്തൊരു ധൈര്യമായിരുന്നു. ഡോക്ടർമാർ അവസാന ചികിത്സാ രീതികളിലേക്ക് കടന്നെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ഒരു സമയമുണ്ടല്ലോ, ദൈവം അത് ക്രമീകരിക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഹോപ്പ്ലെസ്നെസ്സിലേക്ക് വരിക, പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുക. പക്ഷെ അന്ന് കുർബാന സമയത്ത് അഭിമന്യ പിതാവ് കൈകൂപ്പി എൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് സമാധാനം. കുർബാനയുടെ നമുക്ക് കുർബാന സ്വീകരണത്തിന് മുമ്പ് സമാധാനം കൊടുക്കാറില്ല. എനിക്ക് സമാധാനം. എന്ന് വിശ്വസിക്കാൻ വിശ്വസിച്ചു. ആ സമാധാനം എൻ്റെ ചങ്കിൽ പറഞ്ഞു തന്ന സമാധാനമായിരുന്നു. എൻ്റെ സങ്കടങ്ങളൊക്കെ അവിടെ കൊപ്പയിലൊഴിഞ്ഞു. ഞാൻ സത്യമായിട്ടും പറയുന്നത്, കുർബാനയെ വെച്ചോട്ടില്ല, കുർബാനയുടെ അടുത്തൊന്നും ഞാനിത് പറയുന്നത്. എൻ്റെ മനസ്സിലെ സകല വിഷമങ്ങളും സകല സങ്കടങ്ങളും മാറി. അനുജന ഒരുപക്ഷെ ഒരു മകനെ പോലെയൊക്കെ സ്നേഹിക്കുന്ന രീതിയിൽ അവനെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മകനെ പോലെ ഞാൻ സ്നേഹിച്ചു. അവനെ എന്നെ ഭയങ്കര കാര്യമായിരുന്നു. ഞാൻ വെളിയിലേക്ക് പഠിക്കാൻ എൻ്റെ പെട്ടി ഒരുക്കുന്നു, എന്നെ കൊണ്ടുവരാൻ വരുന്നു, എന്നെ കൊണ്ടുപോകാൻ പോകുന്നു. എനിക്ക് വേണ്ടതെല്ലാം ക്രമീകരിച്ച് വെക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്ന അവനായിരുന്നു. അവനായിരുന്നു എനിക്കും അവൻ്റെ എല്ലാ കാര്യം നോക്കിക്കൊണ്ടിരുന്നത്. അവനാണ് ദൈവസന്നിധിയിലേക്ക് പോകുന്നത്. പക്ഷെ അന്ന് കിട്ടിയ ഒരു സമാധാനം ഉണ്ടല്ലോ. 1000 എത്ര കുർബാന ചൊല്ലിക്കാണ് 355 ഒരു 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 3000 ഒരു 10,000 കുർബാനയെങ്കിലും ഞാൻ ജീവിതത്തിൽ ചൊല്ലിയിട്ടുണ്ട്. ഒരു 10,000 കുർബാനയെങ്കിലും ഞാൻ അർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കുർബാനയിലും ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത കുർബാന അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമാധാനത്തിൻ്റെ ഫീല്, സമാധാനത്തിന് ഇത്രയും കുർബാനയിലെ പ്രാർത്ഥനകളൊക്കെ സത്യമാണെന്ന് നമുക്കിത് പാട്ടുപാടി ഒട്ടും കൂട്ടി നമുക്കില്ല മക്കളെ. നിന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും വേണ്ടതാ കുർബാനയിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാ പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനമെന്ന്? ഉദ്ധിതനായ മെസ്സിഹ പറഞ്ഞതാണ് നിനക്ക് സമാധാനമെന്ന്.
കുർബാനയിലും വൈദികൻ നിനക്ക് സമാധാനം എന്ന് പറയുമ്പോൾ നിന്റെ അടുക്കൽ കൈകൂപ്പി നിൽക്കുന്ന ഉദ്ധിതനായ മിശിഹായെ, അല്ലെങ്കിൽ കൈവിരിച്ച് നിൽക്കുന്ന ഉദ്ധിതനായ മിശിഹായെ നിനക്ക് കാണാൻ പറ്റുമെങ്കിൽ ആ സമാധാനത്തിന് അർത്ഥം എന്താണെന്ന് നിനക്ക് ഗ്രഹിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ സമയത്തിൽ ഡിഫറെന്റ് മക്കളെ. ഈ അപ്പവും വീഞ്ഞും ക്രിസ്തുവിന്റെ ശരീരവും രക്തമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും, ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും മാംസവും രക്തവും ചിന്തയും വികാരവും വിചാരവും വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ രൂപാന്തരപ്പെടും. ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ തിയോളജിക്കൽ ടേം. കുർബാന, ഓസ്തി ക്രിസ്തുവിന്റെ ശരീരമാകുന്നതിന് പറയുന്ന വാക്കാണ് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ. സബ്സ്റ്റൻസ് ട്രാൻസ് ചെയ്യുക, മാറ്റപ്പെടുക. ഓസ്തി എന്ന ആ വസ്തു, വീഞ്ഞ് എന്ന വസ്തു, അത് ശരീരവും രക്തവുമായിട്ട് രൂപാന്തരപ്പെടുമ്പോൾ അതിന്റെ ചുറ്റുപാടുകളൊക്കെ രൂപാന്തരപ്പെടും. അതിൽ പങ്കെടുക്കുന്നത് സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് രൂപാന്തരമുണ്ട്. We don't realize it, we don't recognize it, we don't acknowledge it. നമ്മളിത് തിരിച്ചറിയുന്നില്ല, നമ്മളിത് സമ്മതിക്കുന്നില്ല, നമ്മളിത് അംഗീകരിക്കുന്നില്ല. നമുക്കൊരു ചടങ്ങ്, ഒരു പ്രാർത്ഥന അല്ല എൻ്റെ പൊന്നു മക്കളെ. ഒരു പ്രാർത്ഥനയുടെ പേരല്ല കുർബാന, ഒരു പ്രാർത്ഥനയുടെ പേരല്ല കുർബാന. ദൈവത്തിന്റെ ബലിയുടെ പേരാ, ദൈവത്തിന്റെ സ്നേഹിക്കുന്നതിന്റെ പേരാ കുർബാന. കുർബാന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യത്തെ ഭാഗത്തുനിന്ന് വചനം പറയുക, അമ്മ കൊച്ചിനെ കയ്യിലെടുത്ത് രാരീരം പാടുന്നത് പോലെ, അമ്മ കൊച്ചിനെ കയ്യിലെടുത്ത് രാരീരം പാടുന്നത് പോലെ, അമ്മ ദൈവം, അപ്പൻ ദൈവം, നമ്മുടെ ദൈവം ഇങ്ങനെ നമ്മളെ കയ്യിലെടുത്തിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് നിങ്ങൾ മിക്കവാറും എല്ലാവരും. ഓരോ ദിവസവും പറയും, നിങ്ങൾ എത്ര കൊല്ലമായി കുർബാന കേൾക്കാൻ തുടങ്ങിയിട്ട്. ഓരോ ദിവസം ഇങ്ങനെ പുതിയൊരു വചനം കേൾക്കുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ ഇത് ഇന്നലെ കേട്ടാൽ നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? വചനം വായിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിക്കും ഇന്നലെ വായിച്ച വചനമില്ല. എവറി ഡേ ഇറ്റ് ഈസ് ന്യൂ. ദൈവത്തിന്റെ വചനം ഓരോ ദിവസം പുതുതാണ്. ഈ ബൈബിളിന്റെ എണ്ണം കൂടുന്നില്ല, ബൈബിളിന്റെ അധ്യായങ്ങൾ കൂടുന്നില്ല, പുസ്തകങ്ങൾ കൂടുന്നില്ല. വായിച്ചിട്ടും 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 ഇത് മതിയാവണില്ല. വായിച്ചിട്ടും 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 ഇത് മതിയാവണില്ല. നിങ്ങളോട് ഞാൻ സത്യം പറയട്ടെ, ഇന്ന് 10 കുർബാന ചൊല്ലിയ 10 കുർബാന ചൊല്ലാം, 1000 കുർബാന ചൊല്ലണമെങ്കിൽ എനിക്ക് കൊതിയ കുർബാന ചൊല്ലാൻ. ഞാൻ പറഞ്ഞില്ല 10,000 കുർബാന ചൊല്ലിയ മനുഷ്യനാ പറയുന്നത്. എനിക്ക് കുർബാന ചൊല്ലാൻ പാമ്പ, എനിക്ക് കുർബാന ചൊല്ലാൻ സത്യമാണ് ഞാൻ പറയുക. എനിക്ക് കുർബാന ചൊല്ലാൻ ഇഷ്ടമാണ്. ദിവസവും ചൊല്ലിയത് 2 കുർബാന ഞാൻ ചൊല്ലാറുണ്ട് മിക്കവാറും. ഇപ്പം പിന്നെ കൂടുതൽ അച്ഛന്മാർ അവിടെ വന്നു. നേരത്തെ ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു കത്തിയിട്ടുള്ളത്. അപ്പം 2 കുർബാന ദിവസം എനിക്ക് ചൊല്ലാൻ പറ്റുമായിരുന്നു. ഇപ്പം വേറെ 2 അച്ഛന്മാരും കൂടെ പിതാവ് തന്നിട്ടുണ്ട് കൂടെ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വന്നാലും മിക്കവാറും 2 കുർബാന ഞാൻ ചൊല്ലുന്നത്. ഇന്നിപ്പോൾ 2 രാവിലത്തെ കുർബാനയും ചൊല്ലി വിമലേക്ക് കത്തിയിട്ടുള്ളത്. ഈ വൈകിട്ടത്തെ കുർബാന എനിക്ക് കൊതിയാണ്. എനിക്ക് വിചാരിച്ചുകൊണ്ട് അച്ഛൻ ഞാൻ മടുക്കും, 5 മണിയാകുമ്പോൾ പ്രസംഗിച്ച് മടുക്കും, ശരിയാ. പക്ഷെ എനിക്ക് കുർബാന ചൊല്ലാൻ കൊതിയ. അതുകൊണ്ട് ആ കുർബാന കൂടെ ചൊല്ലിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. എനിക്ക് കൊതിയാന്ന്. എനിക്ക് വേറൊന്നിനോട് സത്യമാണ് ഞാൻ പറയുക, എനിക്ക് വേറൊന്നിനോടും അങ്ങനെ കൊതിയില്ല. എനിക്കൊരു തീറ്റ സാധനത്തോട് കൊതിയില്ല, സത്യം പറയുക. അത് വേണം ഇത് അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ട് നാളുണ്ടായിരുന്നു. ഇന്ന് കൊതി കർത്താവിനോട് മാത്രമാ. ഇന്ന് കൊതി കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുന്നതാ. സത്യമായിട്ട് പറയുക, എഴുന്നള്ളിച്ച് വെച്ചേക്ക് ദിവ്യകാരണത്തിന് മുമ്പിൽ ഇരിക്കുമ്പോ എനിക്ക് കിട്ടുന്ന ആനന്ദം വേറെ എവിടെ പോയിരുന്നാലും എനിക്ക് കിട്ടത്തില്ല. സത്യമായിട്ട് പറയുക, ഞാൻ പറയുന്ന ഉടയാണെങ്കിൽ ഞാനിവിടെ വീണ് മരിക്കട്ടെ. ഞാൻ പറയുന്നത് വെറുതെയാണ്, ആത്മാർത്ഥതയില്ലെങ്കിൽ ഞാനിവിടെ വീണ് മരിക്കട്ടെ. ഈ കുർബാനയുടെ മുമ്പിലിരിക്കുന്ന ആനന്ദം, തന്റെ പിതാവിന്റെ പക്കലേക്ക് പോകാനുള്ള സമയമായി കുർബാന എപ്പോഴാണ് തന്നത്? മക്കളെ ഞാൻ പോവാ,
ഇന്ന എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് അവൻ സ്വർഗത്തിലേക്ക് പോയപ്പോ അവന്റെ സ്നേഹവും അവന്റെ കാരുണ്യം അനുഭവിക്കാൻ വേണ്ടി അവൻ അവനെ തന്നെ വെച്ചു പോയതാ കുമാര. യുഗാന്തം വരെ, യുഗങ്ങൾ തീർന്നാലും കാലങ്ങൾ കടന്നു പോയാലും എന്റെ പൊന്നുമക്കൾക്ക് എന്നെ കാണണ്ടേ, എന്റെ പൊന്നുമക്കൾക്ക് എന്നെ കേൾക്കണ്ടേ, എന്റെ പൊന്നുമക്കൾക്ക് എന്നെ തൊടണ്ടേ. കുർബാനയാതാ മക്കള്. നിങ്ങൾക്ക് സുഖപ്പെടണ്ടേ, നിങ്ങൾക്ക് ജീവിക്കണ്ടേ, നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ, നിങ്ങളുടെ രക്തസ്രാവം മാറണ്ടേ, നിങ്ങളുടെ കുഷ്ഠരോഗം മാറണ്ടേ, നിങ്ങളുടെ അന്ധത മാറണ്ടേ. അതിനുവേണ്ടി ലോകം കെട്ടുപോയാലും ഞാൻ കെട്ടുപോവില്ല എന്ന് പറഞ്ഞ് ക്രിസ്തു നിൽക്കുന്നതാ കുർബാന. അദ്ധ്യോകളെ, നിങ്ങളൊന്നും പട്ടിണി കിടക്കത്തില്ല, നിങ്ങളൊന്നും പട്ടിണി കിടക്കില്ല. നിങ്ങളെ വെള്ളത്തിൽ പോയി കൈ തൊട്ട് നോക്കും, നിങ്ങളുടെ കണ്ണിൽ മീനുണ്ടാവും. നിങ്ങൾ കുർബാന സ്വീകരിച്ച നിങ്ങൾ പോയി ആ വെള്ളത്തിൽ പോയി കൈ തൊട്ട് നോക്ക്, നിങ്ങളുടെ കണ്ണിൽ മീനുണ്ടാവും. നിങ്ങളൊന്ന് പോയി ആ മണ്ണിലൊന്ന് കുരിശ് വരച്ചു വാ, നിങ്ങൾ ആ മണ്ണിലൊന്ന് കുരിശ് വരച്ചു വാ. കഴിഞ്ഞ ആഴ്ച മുമ്പിലത്തെ ആഴ്ച ഒരു മകൾ സാക്ഷ്യം പറയുന്നത് കേട്ടു. യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാം. അവരുടെ ഭർത്താവ് ഈസ്റ്ററിൽ എന്തോ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. അപ്പോൾ രാവിലെ പോയതാണ്. അപ്പോൾ ആ ടോമസ് വണ്ടിയില്ലേ, ടോമസ് കാലേ കൂടെ കയറിപ്പോയി. കാലം തീർന്നുപോയി. ഒരു മാംസകഷ്ണം, എനിക്കറിയത്തില്ല, ഒരു മാംസകഷ്ണം ചതച്ചു വെച്ചാൽ അങ്ങനെ ഇരിക്കും. അങ്ങനെ തുരണം. ഒരു മാംസകഷ്ണം ചതച്ചു വെച്ചാൽ അങ്ങനെ ഇരിക്കും. അങ്ങനെ തുരണം. ഡോക്ടർ ഭാര്യ ഓടിച്ചെന്നു. ഭാര്യ എന്നപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞ് കാല് മുറിച്ച് കളയണം. ഞരമ്പ് പോയി, അസ്ഥിയെല്ലാം പൊടിഞ്ഞു പോയി, ഒന്നിനും കൊള്ളില്ല, ഈ കാല് മുറിച്ച് കളയണം. ഒരു 45-50 വയസ്സ് ഏറ്റവും കൂടിയ പ്രായമുള്ള മനുഷ്യൻ. അവങ്ങളെന്തും യൂട്യൂബിൽ കിടപ്പുണ്ട സാക്ഷ്യം ഉണ്ടാക്കി പറയുകയല്ല, ഇതിനെ നോക്കിയാൽ നിങ്ങൾക്കറിയാം. ആ മകൾ ബാംഗ്ലൂരിനെ മറ്റേ പോകാൻ തുടങ്ങുന്നതാണ്. ഓടി വന്നു, ഭർത്താവിൻ്റെ അസുഖം പറഞ്ഞ് കാല് മുറിച്ച് കളയാൻ പോകുമെന്ന് ഡോക്ടർ ഭാര്യയോട് പറഞ്ഞു. അവർക്ക് സമ്മതിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഭർത്താവിൻ്റെ അല്ല നിങ്ങളുടെ കാല് മുറിക്കാൻ, മക്കളുടെ കാല് മുറിക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? അവർ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക, പറയുക. അദ്ദേഹത്തിൻ്റെ കഴുത്തേ കിടന്ന കൊന്ത ഇങ്ങോട്ട് ഊരിയെടുത്തു. ആ കൊന്ത അങ്ങനെ മുറുക്കി പിടിച്ചു. ഒരിക്കലും ചൊല്ലിയിട്ടില്ലാത്ത രീതിയിൽ പുണ്യാളൻ്റെ നൊവേനെ അവനെ കൊണ്ട് ഒറ്റ ചൊല്ലല. ഭർത്താവിനെ ഓപ്പറേഷൻ കാല് മുറിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് കയറ്റിയിരിക്കുക. അവളെ കുറച്ച് കഴിഞ്ഞ് 2 മണിയായപ്പോൾ ഡോക്ടർ വെളിയിൽ വന്നിട്ട് പറഞ്ഞു, എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. ഭർത്താവിൻ്റെ കാലം ഞരമ്പുകളൊന്നും വിട്ടുപോയിട്ടൊന്നുമില്ല, അതുകൊണ്ട് കാല് മുറിച്ച് മാറ്റണ്ട. നിങ്ങളുടെ വാതിക്കൽ അത്ഭുതമുണ്ടെന്ന്, നിങ്ങളുടെ വാതിക്കൽ ദൈവമുണ്ടെന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി ജനലും വാതിലും തുറന്നിട്ടിരിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഈ കുർബാന തരുന്ന ഉറപ്പാമങ്ങളെ. കുർബാന ഇത് ഇവിടെ തലയിൽ കിട്ടത്തില്ല, ഇത് ഹൃദയത്തിലേ കിട്ടത്തുള്ളൂ. നീ വിശ്വസിച്ചു തുടങ്ങിയാല് നീ സ്വീകരിക്കുന്ന കുർബാന നിനക്ക് അഭിഷേകമാകുന്നൊക്കെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നില്ല. റെഞ്ചില്ല തിരിച്ചു നൽകിയ കാലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോട്ടയം സൈദാൻസ് യൂട്യൂബ് ചാനൽ നിനക്ക് പറ്റുമെന്ന് കണ്ടു. ഇങ്ങനെ ചതഞ്ഞു അവരെ ഫോട്ടോയൊക്കെ കാണിക്കുന്നുണ്ട്. തീർന്നു പോയതാണ്. പക്ഷേ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്, ഒരു അച്ഛൻ കൈവച്ച് മാത്രമേ സുഖപ്പെടും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ കുർബാന സ്വീകരിച്ചാൽ എന്തുമാത്രം വലിയ അത്ഭുതം നടക്കണം മക്കളെ. ഒരച്ഛൻ കൈവച്ച് മാത്രമേ ക്യാൻസർ രോഗം മാറുമെങ്കിൽ ഒരു കുർബാന സ്വീകരിച്ചാൽ അതിൽ എത്രയധികമായിട്ടൊരു അത്ഭുതം നടക്കണം. എന്താ ഈ കുർബാന? പിതാവിന്റെ പക്കലേക്ക് പോകാനുള്ള സമയമായിരുന്ന പെസഹാ തിരുനാളിന്
മുമ്പ് യേശു പറഞ്ഞു, ഈ പെസഹ തിരുനാൾ കുഞ്ഞാടിനെ കൊല്ലുന്ന പെസഹ തിരുനാളല്ല. ഈ വേണ്ട വേണ്ട, നിങ്ങൾ കേട്ടാൽ മതി. മനോഹരമായിട്ടുള്ള സാക്ഷികൾ, മനോഹരമായിട്ടുള്ള സാക്ഷികൾ. 1500 ഒപ്പിടിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോവുക. മരിച്ചാലും ഉത്തരവാദിത്വം ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പിട്ട് വാങ്ങിക്കുന്നത്. നമ്മൾ അവിടെ ഈ മനുഷ്യൻ പ്ലാസ്റ്റിക് സർജറി എല്ലാം ചെയ്ത് കാല് നോർമൽ കാലാക്കി അന്ന് ആൾക്കാർ കൂടെ അങ്ങോട്ടും ഇവിടെ നടക്കുകയും കൂടി ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി വരെ, നിങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്കിത് കിട്ടിയാണ് നിങ്ങളുടെ മക്കൾക്കിത് കിട്ടും. നിങ്ങൾക്കിത് മനസ്സിലായ, നിങ്ങളിത് കുറച്ച് അപ്പച്ചന്മാരും ഉണ്ട്, നിങ്ങൾക്കിത് മനസ്സിലായ ഈ ദേശത്തിന് ഇത് മനസ്സിലാകും. ഈ ദേശത്തിന് ഇത് മനസ്സിലായാലുണ്ടല്ലോ അത്ഭുതങ്ങളുടെ പെരുമഴി ഇവിടെ പെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫാദർ ഗോപി എന്ന് പറയുന്ന ഒരു ബെന്നഡിക്റ്റൻ അച്ഛന് ഈശോ വെളിപ്പെടുത്തി ദിവ്യകാരണത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ദിവ്യകാരണത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്ന കൊണ്ട് ഫാദർ ഗോപിയോട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. ഈ കുർബാന എന്താണെന്ന് സത്യമായിട്ട് അറിഞ്ഞാൽ എല്ലാ ദേവാലയങ്ങളും രാവും പകലുമില്ലാതെ ജനങ്ങൾ ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവം ദേവാലയങ്ങളിൽ ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുർബാന എന്താണെന്ന് മനസ്സിലായാൽ, ഈ ദിവ്യകാരുണ്യനാഥൻ ആരാണെന്ന് മനസ്സിലായി, രാവും പള്ളി അടയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ പെസഹ തിരുനാളിന് മുമ്പ് നമ്മൾ പെസഹ തിരുനാൾ പറഞ്ഞു. പെസഹ തിരുനാൾ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായി. അതിനു മുമ്പ് യേശു പറഞ്ഞു. എന്നിട്ട് പറയാ, ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു. കുർബാന ദൈവത്തിന്റെ സ്നേഹമാണ്. അവസാനം to the end he loved them. അവൻ അവരെ സ്നേഹിച്ചു. പൊരിഞ്ഞ സ്നേഹത്തിന് വരെ കുർബാന. ശത്രു സ്നേഹിക്കുക ദൈവങ്ങളെ നമുക്ക് നിൽക്ക് പിടികിട്ടത്തില്ല. ഇത് എനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കാണാൻ പറയാം. ഞാൻ പറയുന്നത് നിൽക്ക് പിടികിട്ടാൻ പോകുന്നില്ല. പൊരിഞ്ഞ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം നിങ്ങൾക്ക് അറിയാവോ? എങ്ങനെ അറിയാൻ? ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഇപ്പം അങ്ങനെയൊന്നും സ്നേഹിക്കാൻ അറിയത്തില്ല. പൊരിഞ്ഞ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം അറിയാവോ നിങ്ങൾക്ക്? ശത്രു സ്നേഹിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവോ? അറിയത്തില്ല. എല്ലാം സ്വാർത്ഥതയാണ്. എൻ്റെ ദേഹത്ത് തൊണ്ടരുത്. അങ്ങനൊരു സ്നേഹമുണ്ട് മക്കളെ. ഭാര്യാമക്കൾ കുടുംബങ്ങളൊക്കെ സ്വർഗമായേനെ. കഴിഞ്ഞ ദിവസം ഒരു യുവാവ് അവൻ എന്നോട് പറയും, നല്ലൊരു പയ്യന്, എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇവൻ എന്നെ കാണാൻ വന്നു വിദേശത്താണ്. എന്നിട്ട് പറഞ്ഞു, 5 കൊല്ലം കൊണ്ട് കല്യാണം കഴിഞ്ഞു, മക്കളില്ല. ഞാൻ ചോദിച്ചു, എന്താണ് ഇത്? ഓ, മക്കളൊന്നും വേണ്ട. ഞാൻ ചോദിച്ചു, അതെന്താണ് അവൻ അങ്ങനെ പറയണേ? അവിടെ ചെന്നു വീടൊക്കെ വെച്ചു. വലിയൊരു വീട് വാങ്ങിച്ചു. വീട് വാങ്ങിയപ്പോൾ ബാധ്യത കൊണ്ട് കൂടി. എനിക്ക് ഭാര്യ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ പൊട്ടിത്തെറിക്കും. ഞാൻ അവളെ അപമാനിക്കും, അവളെ ഞാൻ കളിയാക്കും. എനിക്കൊന്നുമല്ല, എൻ്റെ ഭാര്യയോ എനിക്ക് പുച്ഛമാണ്. ഞാൻ വെല്ലുവിളിച്ച് പറയാം, ഇവിടെ ഒരൊറ്റ ഭർത്താവ്, ഭാര്യയോട് പുച്ഛമില്ലാത്ത ഒരു ഭർത്താവ് ഇവിടെ ഉണ്ടാവില്ല. ഭാര്യയെ ചെറുതായിട്ട് കാണാത്ത ഒറ്റ ഭർത്താക്കന്മാർ ഇവിടെ ഉണ്ടാവില്ല. അവള് പൊട്ടി, അവൾക്കൊന്നും അറിയത്തില്ല. എനിക്കറിയാം മക്കളെ, കുടുംബങ്ങളുടെ തണൽ മരങ്ങളായി നിൽക്കുന്ന ഭാര്യമാരെ അച്ഛനറിയാം. ഒടുക്കം എന്നെ ഒരാൾ പറഞ്ഞൊരു വാക്ക്, ഞാൻ അച്ഛൻ എന്നെ കരിവേപ്പില പോലെ അച്ഛൻ. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കരിവേപ്പില പോലെയാണ്. ഇവിടെ ജോലിയെല്ലാം ചെയ്യണം, വീട്ടിലെ മുഴുവൻ ജോലി ചെയ്യണം. എന്നെങ്കിലും മോളെ മടുത്തോന്നൊരു ചോദ്യം, ഞാനും കൂടെ ഒന്ന് സഹായിക്കട്ടെ എന്നൊരു. മലയാളി ഭർത്താക്കന്മാര്, മലയാളി ഭർത്താവ് ഇത്രയും ധാർഷ്ട്യമുള്ള മനുഷ്യൻ ലോകത്തൊരിടത്തുമില്ല. മലയാളി കെട്ടിയോന്മാരെ പോലെ ഇത്രയും ധാർഷ്ട്യമുള്ള പാർട്ടീസ് ലോകത്തൊരിടത്തുമില്ല. ഒന്ന് അടുക്കളയിൽ സഹായിച്ച എൻ്റെ കയ്യിലെ മോതിരം ഊരി പോകും. സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. സ്നേഹിക്കുന്നവരാണ് പുറകെ നടക്കത്തില്ലേ? സ്നേഹമെന്ന് പറഞ്ഞ് പുറകെ നടക്കലാണ് നമ്മളെ. പിന്നെ എന്നോട് എനിക്ക് സ്നേഹിക്കാൻ പറ്റും, എനിക്ക് ഇവിടെ ജീവനാണ്. ഞാൻ പറഞ്ഞു, മോനെ, ഒന്നാമത് നീ സ്നേഹം കാണിക്കണം, ഒന്ന് അപ്രീഷിയേറ്റ്, നല്ലതാണെന്ന് പറ. ഗുഡ്, നീ എങ്ങനെ ഇതുണ്ടാക്കി, നല്ല ടേസ്റ്റാണല്ലോ. ഇല്ലേ, നമ്മളുടെ ഇഷ്ടം എന്താണെന്നൊന്ന് ചോദിക്കണം.
ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് ഒരു സ്നേഹമില്ല. ഭാര്യയെ സ്നേഹിക്കാത്തവന് കുർബാനയിൽ ഈശോയെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അവൻ കപടനാട്യക്കാരനാ, കള്ളനാവൻ, കള്ളൻ. ഭാര്യയെ സ്നേഹിക്കാത്തവന് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഭർത്താവിനെ സ്നേഹിക്കാത്തവൾക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റില്ല. കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ കോപ്പായൊക്കെയാ സ്നേഹം. അപ്പുറത്താണ് മക്കൾ, അപ്പുറത്താണ് സ്നേഹം. അപ്പുറത്താണ് മരിക്കാൻ കിടക്കുന്ന ഭർത്താവിൻ്റെ കൈക്കൊക്കെ പിടിച്ചിരിക്കുന്ന ഭാര്യമാനെ കണ്ട് ഞാൻ നേരത്തെ ഒരു കൊച്ചിന് കഥ പറഞ്ഞില്ലേ, തൊണ്ടേ കൂടി ഇങ്ങനെ തുപ്പലൊഴുകിക്കൊണ്ടിരിക്കുക, ദുർഗന്ധമുള്ള തുപ്പല്. തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ അല്പം ഒന്ന് ദൂരെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവളിങ്ങനെ ചേർത്ത് പിടിക്കുന്നത് കാണുക. നിലത്ത് വീണ ഓസ്തിപ്പൊടി, കുർബാനപ്പൊടി അച്ഛൻ തൂത്തെടുക്കുന്നത് പോലെ ഭർത്താവിൻ്റെ വായിൽ നിന്നും ഒഴുകുന്നത് തൂത്തെടുക്കുന്ന അവള് സ്നേഹിച്ചവളാണ്. അവള് ഭർത്താവിനെ കുർബാനയായിട്ടൊക്കെ കണ്ടവളാണ്. മകളില്ല, അച്ഛന്മാർക്കില്ല സ്നേഹം, കന്യാസ്ത്രീകൾക്കില്ല സ്നേഹം. ഇപ്പോൾ ക്ഷമിക്കണം ഞാനിതൊക്കെ പറയുന്നത്. അച്ഛന്മാർക്കില്ലെന്ന് ഈ സ്നേഹം, അച്ഛന്മാർക്കില്ല ഈ സ്നേഹം, കന്യാസ്ത്രീകൾക്കില്ലെന്ന് ഈ സ്നേഹം. കുടുംബങ്ങൾ, കാരണം നമ്മൾ ഒറ്റ മരത്തെ ഉണ്ടായ ഫലങ്ങൾ. നമ്മൾ എൻ്റെ വീട്ടിൽ 7 മക്കൾ, 2 അച്ഛൻ, 2 അച്ഛന്മാര്, ബാക്കിയെല്ലാം വീട്ടിലുണ്ട്. ദൈവങ്ങളിൽ നമുക്ക് ഒരു നുള്ള അരി എടുത്താൽ അറിയാം ചോറ് എന്തോന്ന്. ഒരു കലത്തിലെ അരി മുഴുവൻ ഒന്നാണെന്നേ, ഒരു കലത്തിലെ അരി മുഴുവൻ ഒന്നാണെന്നേ. പിന്നെ അച്ഛൻ അത്ഭുതമാകുന്ന കന്യാസിയാണ് അത്ഭുതമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാകുന്നത്? നമ്മൾ ജനിപ്പിക്കുന്ന മക്കൾ നമ്മളെ പോലല്ലേ വരത്തുള്ളൂ. നീ സ്വാർത്ഥനാണെങ്കിൽ, നീ നിന്റെ സ്വന്തം കാര്യം നോക്കുന്ന ആളാണെങ്കിൽ, നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവളെ കുർബാന കഴിക്കുന്നവൻ സ്നേഹമായിട്ട് മാറും. അവസാനം വരെ അവൻ ചത്തില്ലെന്നേ, അവൻ ചത്തില്ലേ നമുക്ക് വേണ്ടി. അവൻ കുരിശിലും മരിച്ചു. അവന് നിലത്ത് കിടക്കാൻ പാടില്ല. അവൻ നിലം തൊട്ട നിലം മലിനമാകുന്നു പറഞ്ഞാൽ അവനെ കുരിശെത്തിയത്. But he was ready to love you മക്കളെ. അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ തിരുവചനം പറയുക, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും. മക്കളെ, ഇതൊരു പ്രവചനമാകട്ടെ. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ. എല്ലാ തലത്തിലും, എല്ലാ തലത്തിലും. ശാരീരിക ജീവനല്ല, മാത്രമല്ല മാനസികമായ ജീവൻ. സ്നേഹിക്കാൻ തുടങ്ങും മക്കളെ, സ്നേഹിക്കാൻ തുടങ്ങും. ഈ ധ്യാനവും കൺവെൻഷനും ഒക്കെ നടത്തി കഴിയുമ്പോഴേ, ഈ 4 ദിവസത്തെ 5 ദിവസം ധ്യാനവും കൺവെൻഷനും ഒക്കെ നടത്തി കഴിയുമ്പോൾ അച്ഛന് ഭയങ്കര സ്നേഹമാണ്. ആദ്യമായിട്ട് പറയാം, എനിക്ക് ഭയങ്കര ഐ ഹാവ് എ സ്പെഷ്യൽ ലവ് എക്സ്പീരിയൻസ്. ഞാൻ മാടിയിലുണ്ടായിരുന്നു ഒരു ഡിസംബർ 18 മുതൽ 23 വരെ മാടിയിൽ തീരദേശ കൺവെൻഷൻ. ഈ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആകെപ്പാടെ മാറുക. ഒറ്റയാഴ്ച മതി പഴയ സ്വഭാവത്തിലെത്താൻ. ഈ ഒരാഴ്ച ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ സ്നേഹവും പറഞ്ഞില്ലേ, പിന്നെ നമ്മൾ സ്നേഹമായിട്ട് മാറുക. പിന്നെ നമ്മൾ സ്നേഹമായിട്ട് മാറുക. ഒരാഴ്ച കഴിയുമ്പോൾ പഴയ സ്വഭാവം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുർബാന നമുക്കൊരു വെല്ലുവിളിയാണ്. വാസ്തവത്തിൽ വെല്ലുവിളിയാണ്. ഇങ്ങനെ നിലത്തിരിക്കാൻ നിങ്ങൾക്കറിയാമെങ്കിൽ ഭർത്താവിൻ്റെ, മക്കളുടെ, അപ്പൻ്റെ, അമ്മയുടെ പാദത്തിൽ ഇരിക്കാൻ അറിയാവുന്നവർക്ക് ഇവിടെ നിലത്തിരിക്കാൻ പറ്റത്തുള്ളൂ. അവർക്ക് കൈകൂപ്പി പിടിക്കാൻ അറിയാവുന്നവർക്കുള്ളതാ കുർബാനയുടെ ആരാധന. ജീവിത പങ്കാളിയുടെ മുമ്പിൽ എന്തെങ്കിലും കൈകൂപ്പി സോമ എന്ന് പറഞ്ഞിട്ടുള്ളവർക്കുള്ളതാ കുർബാന. കൈകൂപ്പി നന്ദി എന്ന് പറഞ്ഞിട്ടുള്ളവർക്കുള്ളതാ കുർബാന. കൈകൂപ്പി സ്നേഹിക്കുന്നത് പറഞ്ഞിട്ടുള്ളവർക്ക് കുർബാന. പള്ളിയിൽ വന്ന് കൈകൂപ്പിട്ട് അതും ഇതും പറഞ്ഞൊന്നും ആരാധനയാവത്തില്ല. വീട്ടിലെ നിന്റെ ജീവിത പങ്കാളിയുടെ കണ്ണിൽ നോക്കി കൈകൂപ്പി പറഞ്ഞിട്ടില്ല കാപട്യമാണ്. കുർബാന രൂപാന്തരപ്പെടുത്തും മക്കളെ, കുർബാന ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത മേഖലകളിലേക്ക്. ഒരമ്മയോട് വർത്താനം പറഞ്ഞത് ഞാൻ ഓർക്കുക.
ഭർത്താവും കുഞ്ഞും ദൈവസന്നിധിയിലേക്ക് പോയി. ഭർത്താവും കുഞ്ഞും ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിട്ടും കർത്താവ് വലിയ ആനന്ദമെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയൊക്കെ ഭൂമി ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെ പറയാം. എന്താ നിങ്ങൾ പറയുന്നത്? നഷ്ടങ്ങളൊന്നും നഷ്ടമല്ല. കുർബാന സ്വന്തമായിട്ടുള്ളവർക്ക് നഷ്ടങ്ങളൊന്നും നഷ്ടമല്ല. കുർബാന സ്വന്തമായിട്ടുള്ളവർക്ക് വീണുപോയവരൊന്നും വീണുപോയവരല്ല. കുർബാന സ്വന്തമായിട്ടുള്ളവർക്ക് മരിച്ചവരൊന്നും മരിച്ചവരല്ല. കുർബാന നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് മാറ്റി. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും കൈയടിച്ച് പാടാനുള്ള കഴിവ് തരും കുർബാന. കൈയടിച്ച് പാടാനുള്ള കഴിവ് തരും മക്കളെ കുർബാന. അവന്റെ മുമ്പിലിരുന്ന് അവനെ ആരാധിക്കാനുള്ള കഴിവ് തരും മക്കളെ കുർബാന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും, ഫുൾനെസ് ഓഫ് ലൈഫ്, ജീവന്റെ ഒക്കെ നിറവ് മക്കളെ. ജീവനിങ്ങനെ നിറഞ്ഞു നിൽക്കുക, ജീവനിങ്ങനെ നിറഞ്ഞു നിൽക്കുക. ചില മനുഷ്യരൊക്കെ മരിക്കുന്നത് കാണാനായിട്ട് ഭാഗ്യം എന്നൊക്കെ പറയാം, ഭാഗ്യം എന്നൊക്കെ പറയാം. ഒരു വ്യക്തിപരമായ അനുഭവം പറഞ്ഞാൽ, ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ട സമയത്ത് വെളിയിൽ വിദേശത്ത് അമേരിക്കയിൽ ഒരു വീട്ടിൽ അമ്മ മരിക്കാൻ പോവുക. നമ്മുടെ മക്കളൊക്കെ പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഈ മകൾക്കറിയാം എൻ്റെ ഫോൺ നമ്പർ. പള്ളിയുടെ തൊട്ടടുത്ത ഈ അമ്മയുടെ വീട്. എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് അച്ഛനെ കാണണം. അമ്മ വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ വരുവച്ചു. ഇഫ് യു ക്യാൻ മേക്ക് ഇറ്റ് പ്ലീസ് ഗോ ആൻഡ് വിസിറ്റ് ചെയ്യുക. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുക. ഞാൻ ഇന്നും ഓർക്കുന്നു മക്കളെ. ഞാൻ ആ വീട്ടിൽ ചെന്നു. വീട്ടിലെ ഹോം നേഴ്സുണ്ട്. അവൾ വന്ന് വാതിൽ തുറന്നു. ഞാൻ ഈ അമ്മയുടെ അടുക്കൽ ചെന്നു. അനോയിൻറ്റിങ് കൊടുക്കാൻ പോയതാണ്, ലാസ്റ്റ് സാക്രമെൻ്റ് രോഗീലേപനം കൊടുക്കാൻ പോയതാണ്. ഞാൻ ചെന്നു. ഞാൻ പതുക്കെ ഓരോ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി. ഈ അമ്മ കണ്ണൊക്കെ തുറന്നു. എന്നെ നോക്കി ചെറുതായിട്ട് പുഞ്ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഒരു 90 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മച്ചി. ഞാനിങ്ങനെ ഓരോ തൈലമൊക്കെ പൂശി പ്രാർത്ഥിച്ചു. ദിസ് ഹോളി അനോയിന്റിംഗ് മേ ദ ലോർഡ് ഇൻ ഹിസ് ലവ് ആൻഡ് മെർസി ഹെൽപ് യു വിത്ത് ദ ഗ്രേസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഓരോ പ്രാർത്ഥനയൊക്കെ ചൊല്ലി അവസാനം ഞാൻ നെറ്റിയിലും കയ്യിലും ഒക്കെ ഒരു കുരിശൊക്കെ വരച്ച് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ കൈക്ക് പതുക്കെ പിടിച്ചു. എൻ്റെ കൈക്ക് ഇങ്ങനെ പിടിച്ചു. ഞാൻ ഓർക്കുക, ഇപ്പോഴും നോക്കി എത്ര വർഷം മുമ്പ് നടന്ന സംഭവം. ഒരു 10-15 കൊല്ലം മുമ്പ് നടന്ന സംഭവം. ഞാനിത് പറഞ്ഞ് ഈശോ ഓർപ്പിച്ചതാണ്. ഇതൊന്നും അച്ഛൻ ഒരുങ്ങി വന്നൊന്നുമല്ല. ഞാൻ ആ അമ്മച്ചീൻ്റെ കൈക്ക് ഇങ്ങനെ പിടിച്ചു. ഞാനും അമ്മച്ചിയും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. Our Father who art in heaven, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകട്ടെ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമായി. അമ്മ പതുക്കെ ചുണ്ടനക്കുന്നുണ്ട്. Give us this day our daily bread and forgive us our sins as we forgive those who forgive against us. Lead us not into temptation but deliver us from evil. Amen. Our Father. ഞാൻ അറിഞ്ഞു കൈയുടെ പിടിവിട്ട് തുടങ്ങി. കൈ ലൂസായി തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ മരണത്തിന് ഞാനിങ്ങനെ കാവൽ നിന്നിട്ടില്ല. എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് എൻ്റെ ആയുസ്സിൽ കടന്നുപോയ ഒരൊറ്റ വ്യക്തി അമ്മച്ചി മറക്കത്തില്ല. എന്ത് സുന്ദരമായ മരണമായിരുന്നു. അന്ന് ഞാൻ കൊണ്ടുപോയി അനോയിൻറ്റിങ് കൊടുത്തു, ഈശോയും കൊടുത്തിട്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചൊല്ലിയാലോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. കൂടെ ഇരിക്കാൻ മക്കളൊന്നുമില്ല അവിടെ. ഇന്ത്യക്കാരൻ്റെ ഒരു വൈദികൻ അമേരിക്കക്കാരി മാതാമ അമ്മച്ചിയുടെ കൈക്ക് പിടിച്ചെന്ന് ഞാൻ ചൊല്ലുമ്പം എൻ്റെ അമ്മച്ചിയുടെ കണ്ണിൻ്റെ തിളക്കമൊക്കെ ഞാൻ അവിടെ കണ്ടു. ദൈവം എനിക്ക് അമ്മച്ചി നിന്നിട്ട് അമ്മച്ചി പിടി ജീവിച്ചിട്ടുണ്ട്, ചില പിടിക്കുകയാണിരിപ്പുണ്ട്. ഞാൻ ഓർത്തു, എൻ്റെ അമ്മയെ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ഇതിലും വലിയ ഭാഗ്യമെന്താ, ഇതിലും വലിയ ഭാഗ്യമെന്താ മക്കളെ? അമ്മച്ചിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയൊക്കെ ഞാനാണ് നടത്തിയത്. എന്നിട്ട് അപ്പോൾ ഒരു മംഗളം കണ്ടില്ല, ബാക്കിയെല്ലാം കണ്ടു കിടക്കുക. അവരെൻ്റെ അടുത്ത് വന്ന് നന്ദി പറയാൻ വന്നപ്പോൾ പറഞ്ഞു, ഹോം നേഴ്സ് പറഞ്ഞത്രേ, അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് മരിച്ചു വന്നു. അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് മരിച്ചു വന്നു. മതി മക്കളെ, ഇതിൻ്റെ പേരാ കുർബാന, ഇതിൻ്റെ പേരാ കുർബാന. അന്ന് ഞാൻ ഓർത്തൊരു ചെറിയ പൊടി കുർബാന അമ്മച്ചിയുടെ നാക്കിലേക്ക് പൊടിയിപ്പിച്ച് കൊടുത്തു. ആ കുർബാനയെ സ്വീകരിച്ച് ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേ ചൊല്ലി രണ്ടാമത്തെ ചൊല്ലി നമ്മൾ കടന്നു. ജീവിതത്തിൻ്റെ ലഹരിയുടെ പേരാ കുർബാന.
നിന്റെ ജീവിതത്തിന്റെ ലഹരിയുടെ പേരാ കുർബാന. കുർബാന നിന്നെ ലഹരി പിടിപ്പിക്കും. കുർബാന നിന്നെ ലഹരി പിടിപ്പിക്കും. ജീവിക്കാനുള്ള ലഹരി, സ്നേഹിക്കാനുള്ള ലഹരി, ബലിയായി തീരാനുള്ള ലഹരി, ദുഃഖങ്ങളിൽ ആനന്ദിക്കാനുള്ള ലഹരി. ക്രിസ്ത്യാനിയുടെ ലഹരിയുടെ പേരാ കുർബാന. ക്രിസ്ത്യാനിയുടെ ലഹരിയുടെ പേരാ കുർബാന. മകളെ എന്നോട് ചോദിച്ചു, വെച്ചോ കുർബാന തരാമോ? എനിക്ക് കുർബാന അനുഭവിക്കണം, എനിക്ക് കുർബാന അനുഭവിക്കണം. എന്തെങ്കിലും കുർബാനയോട് കൊതി തോന്നിയിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവർക്ക്? എന്തെങ്കിലും കുർബാനയോട് കൊതി തോന്നിയിട്ടുണ്ടോ? അവന് മോള് സ്വീകരിച്ചു, നീ സ്വീകരിച്ചു, നീ സ്വീകരിച്ചു. ഇത് പറഞ്ഞില്ലപ്പെട്ട് ഞാനെന്ത് നീ അച്ഛനാണെന്ന് നടക്കണേ? ഇത് പറഞ്ഞില്ലപ്പെട്ട് ഞാനെന്തിന് അച്ഛനാണെന്ന് നടക്കുന്നേ? സത്യമായിട്ടും അച്ഛൻ്റെ ആഗ്രഹമാണ് എല്ലാവരും കുർബാന സ്വീകരിക്കണം, എല്ലാവരും കുർബാന സ്വീകരിക്കണം. കുർബാന ഇമാജിൻ ദിവ്യകാരുണ്യം എന്താണെന്ന് നിനക്ക് ചിന്തിക്കാനാവില്ല. ദിവ്യകാരുണ്യം നിന്റെ അസ്ഥിക്ക് തരുന്ന മാറ്റമുണ്ട്. ദിവ്യകാരുണ്യം നിന്റെ ചോരയ്ക്ക് തരുന്ന മാറ്റമുണ്ട്. ദിവ്യകാരുണ്യം നിന്റെ കരളിന് നൽകുന്ന മാറ്റമുണ്ട്. ദിവ്യകാരുണ്യം നിന്റെ ഹൃദയത്തിന് നൽകുന്ന മാറ്റമുണ്ട്. ദിവ്യകാരുണ്യം നിന്റെ ജീവിതത്തിന് തരുന്ന മാറ്റമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സമർത്ഥമായി നൽകുക ജീവിതത്തിന്റെ ഒരു സമൃദ്ധികൾ. കുർബാന സ്വീകരിക്കുന്നവർക്ക് പുഞ്ചിരിക്കാതിരിക്കാൻ പറ്റില്ല. കുർബാന സ്വീകരിക്കുന്നവർക്ക് ആനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. ആനന്ദത്തിന്റെ ഔഷധമാണ് കുർബാന. വീണ്ടും പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു. കുർബാനയിൽ എനിക്ക് കൂടുതൽ കാണാൻ ഇഷ്ടം ഒരു ബലിയുടെ കഥയാണ് മക്കളെ. നല്ല ഇടയൻ്റെ ബലി, ആടുകൾക്ക് വേണ്ടി, ആർക്ക് വേണ്ടി? ആടുകൾക്ക് വേണ്ടി. 100,000 ആടുകളുള്ള ഒരു ഇടയൻ ഒരാടിന് വേണ്ടിയിട്ടൊക്കെ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻ്റെ കുട്ടം, നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ബലി, എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ മരണം, അതാ കുർബാന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വീണ്ടും കുർബാനയെ സ്നേഹമായിട്ട് തരിക. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം അവൻ സ്നേഹിച്ചു. സ്നേഹത്തിന്റെ കടപ്പാടിന്റെ പേരാ മക്കളെ കുർബാന. ഈ വചനമൊക്കെ വായിച്ചിട്ട് ചുമ്മാ പോയി കുർബാന സ്വീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പറ്റി ഏകജാതന എങ്ങനാ? ഏകജാതന എങ്ങനാ? അവനെ വെട്ടിമുറിച്ച് അവന്റെ ശരീരവും അവന്റെ ചോരയും നമുക്ക് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്തൊരു അപ്പനായി അപ്പൻ, എന്തൊരു അപ്പനായി അപ്പൻ. അങ്ങനെ ചിന്തിക്കണ്ട, എന്തോരമായി അപ്പന്റെ സ്നേഹമെന്ന് ചിന്തിച്ചാൽ മതി. അവളെ ചങ്കിടിക്കുന്നില്ല. നിങ്ങൾക്ക് ചങ്കിടിക്കുന്നില്ലേ ഈ സ്നേഹം, ഈ അപ്പന്റെ സ്നേഹം, ഈ അളവില്ലാത്ത സ്നേഹം? ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ വായിച്ചെടുക്കുന്നില്ല. ഒരു കൊച്ചു സൂചന മാത്രം പറഞ്ഞിട്ട് ഓടിപ്പോന്നോളാം അവിടുന്ന്, കാരണം അവിടെ നിന്നാൽ ശരിയാവില്ല. ഉൽപ്പത്തി പുസ്തകത്തില് 32-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകത്തില് ഇതാ അബ്രഹാത്തിന്റെ ജീവിതം പറയുക. വാഗ്ദാനങ്ങൾ വാങ്ങിച്ച് 60 അബ്രഹാത്തിന്റെ മക്കള് അഭിഷേകം വാങ്ങിച്ച്, അനുഗ്രഹം വാങ്ങിച്ച് ഇങ്ങനെ വരുമ്പോൾ 22-ാം അധ്യായത്തിലല്ലേ, 22-ാം അധ്യായത്തിലെത്തുമ്പോൾ പിതാവായ അബ്രഹാം മകൻ ഇസഹാക്കിന് ബലി കൊടുക്കാൻ കൊണ്ടുപോവുക. ഒരപ്പൻ്റെ നിലവിളിയും
ഒരപ്പൻ്റെ കുർബാനയിൽ എല്ലാ വേദനയും എല്ലാം നൊമ്പരമുണ്ട് മക്കളെ. ഒരപ്പൻ്റെ വേദനയും ഒരപ്പൻ്റെ നൊമ്പരവും ഒരപ്പൻ്റെ നിലവിളിയും കുർബാനയിലുണ്ട്. ഒരമ്മയുടെ വേദനയും അമ്മയുടെ നൊമ്പരവും അമ്മയുടെ നിലവിളിയും കുർബാനയിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ, വലതുകരമുയർത്തി ഹല്ലേലൂയ. ഒരു വലിയ സ്നേഹത്തിന്റെ പ്രവാഹമില്ലേ അബ്രഹാം. ഇതാ ഇസഹാക്കുമായിട്ട് മോറിയാമല കയറുന്ന സംഭവം നമ്മൾ മുഴുവൻ വായിക്കണ്ട. ഒകിയെ മോനെ ഒരുക്കി കൊണ്ടുപോവുക. ഇസഹാക്ക് അപ്പൻ്റെ കാൽപ്പാടുകൾ നോക്കി നടക്കുക. അമ്മ പറഞ്ഞു അപ്പന് പ്രായമായി, അപ്പനെ നോക്കിക്കോണം, അപ്പം വീഴാതെ നോക്കിക്കോണം, അപ്പനൊരു കുറവ് വരാതെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് മകനെ കൂട്ടി സാറ ഇതാ യാക്കോബിനെ കൂട്ടിവിടുക. അവര് ഇസഹാക്കിനെ കൂട്ടിവിടുക. ഇതാ നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനെ എനിക്ക് ഞാൻ കാണിച്ചു തരുന്ന മലയിൽ കൊണ്ടുപോയി ഒരു ദഹനബലിയായി തരണം. ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ദൈവം പറഞ്ഞ തെറ്റിന് ദൈവം ചെയ്ത പരിഹാരമാണ് ക്രിസ്തു എന്ന്. ദൈവം പറഞ്ഞ തെറ്റിന് അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ? ഒരു മകനെ കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ദഹനബലിയായിട്ടൊക്കെ തരണമെന്നൊക്കെ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞാൽ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? മുണ്ടണില്ലല്ലോ, ഉറങ്ങിപ്പോയോ? പറഞ്ഞ ദൈവം അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? 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 ഉണ്ടില്ല അല്ലേ? അതല്ലേ പറഞ്ഞത്? ഉണ്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഉണ്ടില്ലെന്ന് അറിയാം. ഉണ്ടില്ല എന്നല്ലേ ചോദിച്ചത്? പറ്റും, ദൈവം തന്നതല്ലേ. അവൻ വേറൊരു അത്ഭുതം കാണാതെ, അവനൊരു അനുഗ്രഹം കാണാതെ നിന്നിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചാലേ അവനൊരു അത്ഭുതം കണ്ടിട്ടുണ്ട്. ദൈവങ്ങളിൽ എഴുതി വെച്ചു, നിങ്ങളിൽ നിന്ന് ദൈവം എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും 1000 മടങ്ങ് ഒരു അനുഗ്രഹം അവൻ നിങ്ങൾക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം നമുക്ക് 6-ാം അധ്യായം എടുത്ത് വായിക്കാം. ഒരു ബാലന്റെ കയ്യിൽ 5 ബാർലിയപ്പവും 2 മീനും. കർത്താവ് ഒരു കാര്യം നിന്നിൽ നിന്ന് ആവശ്യപ്പെട്ടാലേ കർത്താവ് ഒരു വലിയ വിസ്മയം, ഒരു വലിയ അനുഗ്രഹം മക്കൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5 അപ്പവും 2 മീനും 5000-ങ്ങൾക്കുള്ള അത്ഭുതമായി മാറി. 5000-ങ്ങൾക്കുള്ള അത്ഭുതമായി മാറി. ഇതാ കയറി പോവുക, യാത്ര ചെയ്യുക. 3-ാം ദിവസം മുഴുവൻ വ്യാഖ്യാനിക്കാൻ നേരമില്ല. 3-ാം ദിവസം അങ്ങ് ദൂരെ മോറിയാമല കാണുക. കൊച്ചിനെ എങ്ങനെ കൊണ്ടുപോയതെന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അവൻ്റെ തോളിൽ വിറക് കയറ്റിയിട്ടുണ്ട്. മോൻ്റെ തോളിൽ വിറക്, ബലിക്കുള്ള വിറകാണത്. ഇതാ വീണ്ടും ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. അബ്രഹാത്തിന്റെ കയ്യിൽ എന്തൊക്കെയാ ഉള്ളത്? കത്തിയും തീയും. ഇതുമെടുത്തുകൊണ്ട് ബലിയർപ്പിക്കാനായിട്ട് മലമ്പുളിലേക്ക് കയറുക. തീയ് പരിശുദ്ധാത്മാവ, കത്തി വാള് അത് വചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ബലിയിലെ 2 അനുഭവങ്ങളാണ് മക്കളെ. പരിശുദ്ധാത്മാവും ദൈവവചനവും ഉണ്ടെങ്കിൽ അതൊരു ദഹനബലിയായിട്ട് മാറാൻ പോവുക. ജീവിതത്തിന്റെ വേദനകളും വിഷമങ്ങളും ഒക്കെ ദൈവാരാധനയാണെന്ന് പറയുവാനുള്ള കരുത്ത് നിനക്ക് നൽകുന്നത് കുർബാനയാണ്. ഇല്ലെങ്കിൽ പറയാം ദൈവം എന്നെ ഉപേക്ഷിച്ചു, എന്റെ കൊച്ചിനെ എടുത്തില്ല, ഞാൻ ഈ പള്ളിയിൽ പോണില്ല, എന്റെ ഭർത്താവിന് അപകടം പറ്റില്ല, ഞാൻ പോകുന്നില്ല, എന്റെ ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വന്നില്ല, ഞാൻ പോണില്ല, എനിക്ക് കടക്കണ പള്ളിയിൽ പോണില്ല. ഇനിയാ ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങുന്നത്, ഇനിയാ ഞാൻ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങിയത്. എന്റെ കർത്താവ് ബലി, എന്റെ ഭർത്താവ് ബലിയായിട്ട് മാറിയിരിക്കുക. എന്റെ ജീവിതം, എന്റെ കൊച്ച് ഒരു സ്വർഗത്തിലെ മാലാഖയായിട്ട് മാറിയിരിക്കുക. വേദനകൾ നമ്മളെ സങ്കടപ്പെടുത്തുകയല്ല നമ്മൾ ചെയ്യുന്നത്. വേദനകൾ നമ്മളെ സ്വർഗത്തോട് അടുപ്പിക്കണം. ഹല്ലേലൂയ. ഒരു കാര്യം പറഞ്ഞു തരട്ടെ, സ്വർഗത്തെ നീ കടക്കാരനാക്കി മാറ്റണം. ദൈവത്തെ നീ കടക്കാരനാക്കി മാറ്റുന്നത് എങ്ങനെയെന്നറിയാമോ? നിന്റെ ജീവിതത്തിന്റെ ബലി കൊണ്ട്, നിന്റെ സഹനങ്ങൾ കൊണ്ട്, നിന്റെ കണ്ണീര് കൊണ്ട്. ഇന്ന് നിങ്ങൾ ഈ പകല് മുഴുവൻ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് കടപ്പാടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുക. സ്നേഹിച്ച് തോൽപ്പിക്കണം മക്കളെ,
സ്നേഹിച്ച് തോൽപ്പിക്കണം. യുദ്ധം ചെയ്തല്ല തോൽപ്പിക്കേണ്ടത്, സ്നേഹിച്ച് തോൽപ്പിക്കണം. സ്നേഹിച്ച് തോൽപ്പിച്ചതിന്റെ കഥയാണ് കുർബാന. ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ഓക്കെ, കഥ മുഴുവൻ പറഞ്ഞാൽ പോകാൻ നേരമില്ല. മലമുകളിലേക്ക് പോകുമ്പോൾ നിന്റെ കയ്യിൽ തീയും പരിശുദ്ധാത്മാവും നിന്റെ കയ്യിൽ വചനവും ഉണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഏത് ബലിയെയും നിനക്ക് കുർബാനയാക്കി മാറ്റാൻ പറ്റും. ഹല്ലേലൂയ. ഒടുക്കം ഇതാ ചുരുക്കി പറയാം, അൾത്താരയോട് ചേർത്ത് കെട്ടുക, കൊച്ചിന്റെ കൈയും കാലുമൊക്കെ മുറുക്കെ കെട്ടുക. അവന്റെ എല്ലാ സ്വാതന്ത്ര്യവും തീർന്നു, അവനെ മുറുക്കെ കെട്ടുക. ദൈവമക്കളെ, ദൈവം സ്നേഹം കൊണ്ട് നമ്മളെ മുറുക്കെ കെട്ടിയിടാൻ മക്കളെ. ദൈവത്തിന്റെ സ്നേഹം അതല്ലാതൊന്നും ചെയ്യാൻ പറ്റില്ല, അതല്ലാതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പുരോഹിതൻ എന്നെ സംബന്ധിച്ച് ഞാൻ വിമലഗിരി കത്തകളിൽ വിട്ട് വെളിയിൽ പോകാറില്ല. ഞാൻ പുണ്യാളന്റെ തീർത്ഥാടനം വിട്ട് വെളിയിൽ പോകത്തില്ല. 3 സ്ഥലങ്ങളിൽ എന്നെ അന്വേഷിച്ചതിന്റെ എവിടെയും കിട്ടും എന്നെ. ഇതിനപ്പുറത്തേക്ക് പോകാൻ എനിക്ക് അനുവാദമില്ല. കർത്താവ് കെട്ടിയിട്ടിരിക്കുക മക്കളെ, കർത്താവ് കെട്ടിയിട്ടിരിക്കുക. അവൻ സ്നേഹത്തിന്റെ കയറ് കൊണ്ട് എന്നെ കെട്ടിയിട്ടിരിക്കുക. ഹല്ലേലൂയ. ഒരു പരാതിയില്ല കേട്ടോ, ഒരു പരാതിയില്ല. ഒത്തിരി സന്തോഷം, എമ്പടി സന്തോഷം. എന്നാൽ എമ്പടി എന്ന് പറയും, എമ്പടി എന്ന് പറഞ്ഞാൽ ഒത്തിരി എമ്പടി സന്തോഷം. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം കൊണ്ട് കർത്താവ് നിന്നെ കെട്ടിയിടുന്ന ബഹുമാനം. ഹല്ലേലൂയ. ഇതാ ഇസ്ഹാക്കിനെ ബെസഹാക്കിനെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് അബ്രഹാം ഇങ്ങനെ കൈതാഴ്ത്തുമ്പോൾ ദൈവം കയറി കൈക്ക് പിടിച്ചു. കുഞ്ഞിനെ തുടരുത്. സ്വന്തം കുഞ്ഞിനെ ബലി കൊടുത്തപ്പം അനങ്ങാതിരുന്ന ദൈവം തമ്പുരാൻ, പിതാവായ ദൈവം അബ്രഹാത്തിന്റെ കുഞ്ഞിന്റെ മുകളിൽ ഇസ്ഹാക്കിന്റെ മുകളിലെ കത്തി ഉയർത്തിയപ്പോ കൊച്ചിനെ തൊട്ട് പോകല്ല. ഹല്ലേലൂയ. അവൻ ആകാശത്ത് കിടന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു, കുരിശെ കിടന്ന് ഭൂമിക്കും ആകാശത്തിന് മടക്കി കിടന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു, ഏലി ഏലി ലമാ സബക്താനി, എന്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? ഒരു നിലവിളിയുടെ പേരാ മക്കളെ സത്യത്തിൽ കുർബാന എന്ന് പറയുന്നത്. ഒരു നിലവിളിയുടെ പേരാ കുർബാന എന്ന് പറയുന്നത്. എന്റെ ദൈവമേ പോയിട്ടില്ല അങ്ങനത്തെ അനുഭവങ്ങളിലൂടെ. ഒരു നിലവിളിയുടെ പേരാ കുർബാന. എന്റെ കണ്ണീരിന്റെ പേര്, എന്റെ നൊമ്പരത്തിന്റെ പേര്. ഞാൻ ഈ കുർബാന റിഫ്ലക്ഷൻ എന്റെ സങ്കടങ്ങളുടെ പ്രതിഫലനമായി, എന്റെ നൊമ്പരങ്ങളുടെ പ്രതിഫലനമായി, എന്റെ തകർച്ചയുടെ പ്രതിഫലനമായി. ഹല്ലേലൂയ. വലതുകൈ ഉയർത്തി പറയാവോ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാവോ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കുർബാന തരുന്നൊരു കരുത്താ മക്കളെ. ഏത് കടലും നിങ്ങൾക്ക് നീന്തിക്കിടക്കാൻ പറ്റും, ഏത് കടലും നിങ്ങൾക്ക് നീന്തിക്കിടക്കാൻ പറ്റും, ഏത് കൊടുമുടിയും നിങ്ങൾക്ക് ചവിട്ടി മറികടക്കാൻ പറ്റും, ഏത് കൊടുങ്കാറ്റിനെയും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. മക്കളെ, ഈ ഒരു കരുത്ത്, ഈ ഒരു അഭിഷേകത്തിന്റെ പേരല്ലേ, ഈ ഒരു അഭിഷേകത്തിന്റെ പേരല്ലേ കുർബാന. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നമുക്കൊന്നുകൂടി തിരിച്ചു നോക്കാം. 6-ാം അധ്യായത്തിൽ ഈശോ കുർബാനയെ പറ്റിയൊക്കെ പഠിപ്പിക്കുകയാണ്. കുർബാനയെ പറ്റി പഠിപ്പിക്കുന്നതിന് മുമ്പ് ഈശോ ചെയ്തത് എന്താ നിങ്ങൾക്കറിയോ? കടലും കുർബാനയും തമ്മിൽ ബന്ധമുണ്ട്. അറിയോ? അത് കുർബാനയും കടലും തമ്മിൽ ബന്ധമുണ്ട്. കടലും കുർബാനയും തമ്മിൽ ബന്ധം. ഇതെവിടെയായി നടക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ഗലീലക്കടലിന്റെ തീരത്ത് പൊന്നും മക്കളെ കുർബാന പ്രസംഗം നടത്തിയത്, കുർബാന ചൊല്ലി 5000 പേർക്ക് കുർബാന കൊടുത്ത സ്ഥലത്തിന്റെ പേരാണ് ഗലീലി കടൽ തീരം. കടൽ തീരം എന്ന് പറഞ്ഞിട്ടൊന്നും ആരും അനങ്ങുന്നില്ലല്ലോ. ഹല്ലേലൂയ. അവൻ അപ്പം വർദ്ധിപ്പിച്ച് അവൻ കുർബാന ആദ്യമായിട്ട് വിളമ്പിക്കൊടുത്ത സ്ഥലത്തിന്റെ പേരാ ഗലീലിക്കടല്. വിശ്വാസം വരുന്നില്ല? ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ അത്ഭുതം ഈ മണ്ണിലാണ് നടക്കുന്നത്. ഈ
മണ്ണിലാണ് നിങ്ങളുടെ അത്ഭുതം ആരംഭിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കടൽ തീരത്ത് നിങ്ങൾ അത്ഭുതങ്ങൾ കാണാൻ പോവുക. ഈ തീരപ്രദേശത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത വിസ്മയങ്ങൾ നിങ്ങൾ കേൾക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിബേരിയാസ് എന്നുകൂടി തിബേരിയസീസറിന്റെ നോക്കിക്കേ, അവിടെ റോമാക്കാരൻ ഇടയുണ്ടെന്നൊക്കെ പറഞ്ഞു വെച്ചതൊക്കെ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ടുണ്ട്. കുർബാന ആരുടെയാണ്? യഹൂദന്റെ മാത്രമല്ല, റോമാക്കാരന്റെ കൂടി അവരുടെ സൂചനയുണ്ടത്രേ. തിബേരിയാസ് എന്നും കൂടി വിളിക്കപ്പെടുന്ന ഗലീലിക്കടലിന്റെ മക്കളെ കുർബാന, ഗലീലിക്കടലിന്റെ കുർബാന, ഗലീലിയന്റെ കുർബാന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കടലിന്റെയും കടലിന്റെ മക്കളുടെയും കുർബാന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടല് അനിശ്ചിതത്വത്തിന്റെ സ്ഥലമല്ലേ? ആരോ പറഞ്ഞു ഇപ്പൊ സീസൺ ആകേണ്ട സമയമാണ്, ഇഷ്ടംപോലെ മീൻ കിട്ടേണ്ട സമയമാണ്, സീസൺ ആകേണ്ട സമയമാണ്. അനിശ്ചിതത്വമല്ല മക്കളെ. ഇപ്പം ഒരു പുതിയ പ്രതിഭാസമല്ലേ കള്ളക്കടൽ എന്നുള്ള പ്രതിഭാസം. കാറ്റും മഴയുമില്ലെങ്കിലും കടലിൽ കോള് ചെയ്യുന്നൊരു പ്രതിഭാസമൊക്കെ അല്ലേ? അനിശ്ചിതത്വത്തിന്റെ ഇടവല്ലേ? അനിശ്ചിതത്വത്തിലെ ജീവിതത്തിന്റെ അനിശ്ചിതത്വത്തിലെ സുരക്ഷിതത്വത്തിന്റെ പേരാണ് കുർബാന. നിന്റെ ജീവിതത്തിൽ ഒരുപാട് കാലം അനിശ്ചിതത്വമാണ്. എത്ര ദിവസം ജീവിക്കും അറിയത്തില്ല, കൊച്ചിന്റെ കാര്യം എന്താ അറിയത്തില്ല. പക്ഷേ നിന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ പേരാണ്, ദൈവത്തിന്റെ നിശ്ചയത്തിന്റെ പേരാണ് കുർബാന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവങ്ങളെ കടൽ തീരത്ത് ഇങ്ങനെ നിൽക്കുക, അനിശ്ചിതത്വം, ജനം, വലിയൊരു ജനക്കൂട്ടം. എങ്ങനെ രണ്ടറ്റം കൂടെ കൂട്ടിമുട്ടിക്കും? അനേകം മക്കളുടെ പ്രശ്നമില്ലേ? അനേകം മക്കളുടെ പ്രശ്നം. കൊച്ചിന്റെ പഠനം പഠിക്കാൻ വേണ്ടി വിട്ടു, UK വിട്ടു, അമേരിക്കയ്ക്ക് വിട്ടു, സ്വിറ്റ്സർലൻഡ് വിട്ടു, ഓസ്ട്രേലിയക്ക് വിട്ടു. രണ്ടറ്റവും എത്തിപ്പിടിക്കാൻ പറഞ്ഞില്ലേ, വീട് വെച്ചിട്ട് അവസാനം ജപ്തിയായി പോകുന്ന അവസ്ഥ. ഇല്ലെങ്കിൽ വലിയ സ്വപ്നം കണ്ടൊരു വീട് വെച്ചിട്ട് അതുകൊണ്ട് പണയം വെച്ച് ലോൺ എടുത്തിരിക്കുക. നഷ്ടങ്ങളുടെ ഇടത്തില് ദൈവത്തിന്റെ വിസ്മയത്തിന്റെ, ദൈവത്തിന്റെ നേട്ടം ദൈവം ചെയ്യാൻ പറ്റുന്ന കരങ്ങളിൽ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ ഈ സമയത്ത്? അത് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ അളവില്ലാത്ത സ്നേഹം നിന്നിലേക്ക് ഒഴുകുന്നു പൈതലേ. അവന്റെ അളവില്ലാത്ത സ്നേഹം നിന്നിലേക്ക് ഒഴുകുക, അവന്റെ അളവില്ലാത്ത കാരുണ്യം നിന്നിലേക്ക് ഒഴുകുക. നിന്റെ അനിശ്ചിതത്വങ്ങളൊക്കെ അവന്റെ പദ്ധതിയായിട്ട് മാറുക. അവന്റെ അത്ഭുതകരമായ ഇടപെടൽ നിന്നിലേക്ക്, അവസാനം വരെയുള്ള സ്നേഹം, പൊരിഞ്ഞ സ്നേഹം, ഇതാ അന്ത്യമില്ലാത്ത സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം. ഓ കർത്താവേ, സ്നേഹമേ, ഓ നിത്യ സ്നേഹമേ, അളവില്ലാത്ത സ്നേഹമേ, പിരിയാനാവരുത് ഈ സ്നേഹം. ഓ കർത്താവേ, അത്ഭുതകരമായ അഭിഷേകം, അത്ഭുതകരമായ ഒരു സ്നേഹാഭിഷേകം കർത്താവേ, നിന്റെ സ്നേഹം കൊണ്ട് പൊതിയണമേ കർത്താവേ. ഈ നിമിഷം ഈ മക്കൾ ഈ ആലയത്തിൽ ഇരുന്ന് അവരുടെ പുത്രൻ സ്നേഹത്തിലേക്ക് കടന്നു വരുമ്പോ ഒരിക്കലും പിരിയാതെ, ഒരിക്കലും പിരിയാതെ നിന്നെ സ്നേഹിക്കാൻ. ഓ കർത്താവേ, ദിവ്യകാന്യത്തിന്റെ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ. ദിവ്യകാന്യം എന്റെ ജീവനാണെന്ന്, എനിക്ക് വേണ്ടി എന്റെ ഇടയ ജീവൻ തന്നതാണെന്ന്, അപ്പൻ മകന്റെ ശരീരവും രക്തവും എനിക്ക് മുഖച്ചു തന്നതാണെന്ന്. ഓ ദിവ്യകാരുണ്യമേ, ഓ മറക്കാത്ത സ്നേഹമേ,
ദൈവം വിളമ്പുന്ന സദ്യ, ദൈവം വിളമ്പുന്ന സ്നേഹത്തിന്റെ വിരുന്ന്. ഹിര 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 ശബരനതഹ വര ഹിര ഹിര ഈശോയേ 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 ഈശോയേ. ദൈവമൈതലേ, നഷ്ടപ്പെട്ടത് കുർബാനയുടെ ചുവട്ടിൽ തിരിച്ചു. എന്തുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബജീവിതത്തില് നിങ്ങൾക്കുണ്ടായിരുന്നൊരു സന്തോഷം, നിങ്ങൾക്കുണ്ടായിരുന്നൊരു സമാധാനം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൗഭാഗ്യം നിങ്ങൾ ഏറ്റവും വലുതായി കണ്ടിട്ട് അത് നഷ്ടപ്പെട്ടെങ്കിൽ അത് കുർബാനയുടെ കാൽപാദത്തിങ്കൽ, കുർബാനയുടെ തണലിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. കുർബാനയുടെ കീഴില്, കുർബാനയുടെ തണലില് നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കുന്ന ഇടമാണ്. യോഹന്നാന്റെ സുവിശേഷത്തില് 21-ാം അധ്യായം നോക്കിയേ, തോറ്റു നിൽക്കുന്ന ശിഷ്യന്മാര്. ഇടയ്ക്കൊക്കെ ക്രിസ്ത്യാനി തോക്കാറുണ്ട് മക്കളെ. സഭയിലെ വഴക്കും പ്രസംഗം ഒക്കെ നിങ്ങൾക്ക് കഴിയാലോ. ഒരു രഹസ്യം പറയട്ടെ, ദൈവം അറിയാതല്ല ഇതൊക്കെ സംഭവിച്ചത്. ദൈവം അറിയാതല്ല ഇതൊക്കെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടണം, സഭ കൂടുതൽ എളിമപ്പെടണം, സഭ ഒത്തിരി താഴോട്ട് വരണം. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ്, ഇതാ കർത്താവിന്റെ അടിയാട്ടി എന്ന് പറഞ്ഞെന്ന പരിശുദ്ധമ്മയെ പോലെ സഭ തേക്കണം. ഇതാ ഈ എളിയ ദാസിയുടെ താഴ്മയെ കർത്താവ് കടാക്ഷിച്ചു. ഒരുപാട് താഴങ്ങളിലേക്ക്, താഴ്വാരങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി വരാനുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാണം കെട്ട ശിഷ്യന്മാരെ പറ്റി പറയുന്ന അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം അവസാനത്തെ. നല്ല മിടുക്കന്മാരെ പറ്റി ഒക്കെ പറഞ്ഞു. 21-ാം അധ്യായം ഒരു അധ്യായം നാണം കെട്ട ശിഷ്യന്മാർ. ശിമിയോൻ പത്രോസ്, ദിദീമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, കാനായിൽ നിന്നുള്ള നത്താനിയെ, നല്ല പയ്യനാന്നൊക്കെ പറഞ്ഞതാണ്. സുവിശേഷത്തിന്റെ ആരംഭത്തിൽ സഹദേവപുത്രന്മാര് പേരിട പേടിയ യാക്കോബും യോഹന്നാനും. കാരണം അനിയനാണല്ലോ സുവിശേഷം എഴുതുന്നത്, ചേട്ടൻ്റെ പേര് എഴുതിയിട്ടില്ല. സഹദേവപുത്രന്മാർ തന്നെ പറഞ്ഞ് നിർത്തിയിരിക്കാം, നാണം കെട്ട് നിൽക്കുക. സഭയിലൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത്, ദൈവത്തിൻ്റെ സ്വന്തമായിട്ടൊക്കെ ജീവിക്കുമെന്നൊക്കെ തീരുമാനമെടുത്ത് പണ്ടം വാങ്ങിച്ചതാണ്. സന്യാസത്തിൽ ദാരിദ്ര്യം, എനിക്ക് പട്ടിണി ദാരിദ്ര്യം വേണം, എനിക്ക് ക്രിസ്തുവിൽ ബ്രഹ്മചര്യം ജീവിക്കണം, എനിക്ക് കുരിശോളം താഴണം, മരണത്തോളം എനിക്ക് അനുസരണമൊക്കെ വേണമെന്ന് പറഞ്ഞ് സന്യാസം ആരംഭിച്ചതാണ്. കൈക്ക് പിടിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, എടീ നിന്നെ ഞാൻ വിഷമിപ്പിക്കത്തില്ല, ഞാൻ പട്ടിണി കിടന്നാലും നിന്നെ ഞാൻ ഓട്ടും, മരണം വരെ, സുഖമായാലും ദുഃഖമായാലും ആരോഗ്യമായാലും അനാരോഗ്യമായിരുന്നാലും. ദൈവങ്ങളെ എല്ലാം പൊട്ടി പാളിസാണ്ടിരിക്കുക. തകർന്നു പോയ ജീവിതങ്ങൾ, തകർന്നു പോയ കാര്യങ്ങൾ, നഷ്ടപ്പെട്ടു പോയൊരു ബന്ധമുണ്ടെങ്കിൽ വിശ്വസിക്കുന്നു ഈ കുർബാനയുടെ ചുവട്ടിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല മക്കളെ. തിരിച്ചു കിട്ടാൻ പറ്റാത്ത രീതിയിൽ ആരും ഒന്നും ഒരിക്കലും നഷ്ടപ്പെടില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഈശോനാമത്തിൽ പറഞ്ഞത്, നിങ്ങൾ എന്തിനെയെങ്കിലും പറ്റിയൊരു കുറ്റബോധത്തിൽ നിൽപ്പുണ്ടെങ്കിൽ, എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽപ്പുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന അടുത്ത വെളിപാടിതാണ്. നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് നീ വിചാരിക്കുന്നത്, നിനക്ക് ഇല്ല എന്ന് നീ കരുതുന്നത്, നിനക്ക് തരാൻ നീ ചോദിച്ചില്ലെങ്കിൽ പോലും നിനക്കത് തിരിച്ചു തരുവാൻ, നിനക്ക് കിട്ടേണ്ടതിന്റെ 1000 മടങ്ങായിട്ട് അഭിഷേകം തിരിച്ചു തരുവാൻ നിന്റെ ദൈവം തിരുവുള്ളമാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവരെല്ലാം കൂടെ പറയുക, ശിമിയോൻ പത്രോസ് പറഞ്ഞ മീൻ പിടിക്കാൻ പോവുക. ചതിയല്ലേ, വഞ്ചനയല്ലേ? ദൈവമകളെ, ചതിയും വഞ്ചനയും പോലും ഒപ്പിയെടുക്കുന്നതാണ് കുർബാന. ഞങ്ങൾ പോവുക. എന്തിനു? ഈശോ മരിച്ചു.
ഈശോ കുരിശിലേറി. ഒരു 30 ദിവസങ്ങളിൽ വന്ന് വിമാനം തിരികെ എത്തിക്കാൻ പറ്റായിരുന്നു. ഒരു 30 ദിവസം വന്ന് പ്രാർത്ഥിക്കത്തില്ല. അപ്പന്റെ ശവകുടീരത്തെങ്കിൽ ഒരു 7 നടത്താൻ മേലായിരുന്നു. അപ്പ നിന്റെ അപ്പനല്ലേ മരിച്ചത്? ഒരു 30 നടത്താൻ മേലായിരുന്നു. നിന്റെ അമ്മയല്ലേ മരിച്ചത്? അടുത്ത ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റിൽ കയറി. അപ്പനും അമ്മയൊക്കെ മരിക്കും. പക്ഷെ ജോലി അമേരിക്കയിലെ ട്രംപ് വെച്ചുകൊണ്ടിരിപ്പില്ലല്ലോ. വെച്ചു ഒരു ദിവസം കാത്തിരിക്കാൻ മേലാണ്. അന്ന് ഇറങ്ങി ചില പാർട്ടീസ് നമുക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു കേൾപ്പിക്കാം. അന്ന് ഇറങ്ങി ഈശോ ഉയർന്നു എന്ന് ഏതാനും സ്ത്രീകൾ കണ്ടിട്ട് എന്ന് പറഞ്ഞതാ. ദൈവമക്കളെ, നമ്മൾ ഈ ഒരു വിശ്വാസത്തിൽ നമ്മൾ എന്തോരം അകന്നു പോയാലും നിനക്ക് അത്രയ്ക്ക് നഷ്ടപ്പെടാനാവില്ല. അവർ പോയി മീൻ പിടിക്കാൻ പോയി. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. വിത്ത് ക്രൈസ്റ്റ് യു ഗെറ്റ് എവരിതിങ്. വിതൗട്ട് ക്രൈസ്റ്റ് യു വിൽ ഗെറ്റ് നത്തിങ്. ക്രിസ്തുവിനോട് കൂടെ നിനക്കെല്ലാം വെല്ലുവിളിച്ച ചെമ്പകട് കടലിൽ നിറച്ച് നോക്കിയോ? നാളെ കൊണ്ട് കുരിശ് വലിച്ചോണ്ട് വള്ളം കടലിൽ പോയി വല വീശിക്കോ? നീ ഇന്നൊന്ന് കുമ്പസാരിച്ച് ചന്തു പറഞ്ഞ് വാവിട്ട് നിലവിളിച്ചൊന്ന് കുമ്പസാരിച്ച് കുർബാനയെ സ്വീകരിച്ച് നാളെ നീ വഞ്ചിക്കാറ്. നിന്നെ കിട്ടിയില്ല, നീ ഉടനെയാണ് നിർത്തിദൂരിൽ നിന്റെ കൈ തന്നു വിട്ടേക്കാം. ആ രാത്രിയിലൊന്നും കിട്ടിയില്ല. ദൈവമക്കളെ, ആരൊക്കെ തകർന്നു പോയോ, ആരൊക്കെ ദുഃഖത്തിലോ നിരാശയിലൊക്കെ ആയിരിക്കുന്നുവോ, അവരൊക്കെ ഈ ദിവ്യകാരുണ്യ നാമത്തിൽ നമ്മുടെ മക്കളെ. If you stay close to the Eucharistic Lord, ഉറപ്പ് പൗരോഹിത്യമൊക്കെ ഇങ്ങനെ കൃപകളും വരങ്ങളും കവിഞ്ഞൊഴുകും. സന്യാസമൊക്കെ ഇങ്ങനെ വലിയ വലിയ ക്രൂശിതന്റെ അഭിഷേകം കരകവിഞ്ഞൊഴുകുന്ന സ്നേഹപ്രവാഹമായിട്ടൊക്കെ സന്യാസമൊക്കെ തീരും. കുടുംബമൊക്കെ ഇങ്ങനെ തിരുക്കുടുംബമായിട്ട് മാറുക. വാർഷിക സ്നേഹ ഔസപിതാവും മാതാവുമായിട്ടിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, ഇറ്റ് ഈസ് നോട്ട് നാച്ചുറൽ കേട്ടോ. സ്നേഹിക്കാൻ പറ്റില്ലെന്ന്. ഈ ക്രിസ്തു ചങ്കിൽ വന്നാലേ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഈ ക്രിസ്തു ചങ്കിൽ വന്നാലേ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. ഈ ക്രിസ്തു ചങ്കിൽ വന്നാലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരം കിട്ടണം, ഒരു വരം കിട്ടണം. എല്ലാ വരങ്ങളും നിനക്ക് തരാൻ കഴിവുള്ള ദിവ്യകാരുണ്യം. എല്ലാ വരങ്ങളും നിനക്ക് തരാൻ ദിവ്യകാരുണ്യത്തിന് കഴിയും. നിനക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം തരാൻ ദിവ്യകാരുണ്യത്തിന് കഴിയും. ബാക്കിയൊന്നിനും കഴിയില്ല. ഹല്ലേലൂയ. ഇത് ദൈവമക്കൾ ഗ്രഹിച്ചു. Whatever you can imagine, whatever you can ask for, you will receive. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിനക്ക് കിട്ടാത്തതൊന്നുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കി ആ രാത്രിയിൽ എന്റെ പൊന്നു മക്കളിൽ നിന്ന് കേക്ക് നിങ്ങൾ. ക്രിസ്തുവാകുന്ന വിളക്ക് കത്താത്ത വീടുകൾ ഇരുട്ടുപോകും. ക്രിസ്തുവാകുന്ന വിളക്ക് കത്താത്ത വീടുകൾ ഇരുട്ടുപോകും. ചേട്ടനെ കുറിച്ച് പറഞ്ഞുകൊണ്ടല്ലേ കേട്ടോ. എന്റെ പൊന്നി ചേച്ചി, നിങ്ങൾ ആ തിരികെ കത്തിച്ച് പ്രാർത്ഥിക്കുക. ചേട്ടൻ നാളെ വന്ന് കൊണ്ടുപോകും. ചേട്ടൻ നാളെ ഈശോയുടെ നാമത്തിൽ പ്രവചിച്ച് കുമാരന്റെ മുമ്പിൽ നിന്നാണ് പ്രവചിക്കുന്നത്. ഇനി ചേട്ടനെ പറ്റി കുറ്റം പറയല്ല. ഇനി ചേട്ടനെ പറ്റി പരാതിപ്പെടണ്ട. വാടി നിങ്ങൾ കപ്പി പിടിച്ച് പോയതില്ല ആരാന്നൊന്നും. വാടി കിടപ്പുറത്ത് ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം രാവിലെ ഒരു ചേട്ടായി വന്ന് നിൽക്കുക. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ എനിക്കൊരു ദർശനം കിട്ടി. അച്ഛൻ്റെ അടുത്ത് വെളുപ്പാങ്കാലത്ത് പോകണം. ഈ അമ്മച്ചി 3 ദിവസമായിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ തമ്പുരാനെ, എൻ്റെ ഭർത്താവിനെ ഒന്ന് ഒന്നാക്കി തരണേ, എൻ്റെ ഭർത്താവിനെ ഒന്ന് ഒന്നാക്കി തരണേ. ഞാൻ നോക്കുമ്പം ചേട്ടായി ഇങ്ങനെ മുണ്ടൊക്കെ മടക്കി കുത്തി പള്ളിക്കകത്ത് നിൽക്കുക. എന്താപ്പാ? അപ്പം പറഞ്ഞു, എനിക്ക് അച്ഛനെ കാണണം. എനിക്ക് ഇന്നലെ ഒരു ഇത് കിട്ടി രാത്രിയിൽ. രാവിലെ ആയിട്ട് എനിക്ക് വെളുപ്പാങ്കാലം ഉറക്കം കിട്ടുന്നില്ല. എനിക്ക് എഴുന്നേറ്റ്
എഴുന്നേറ്റ് പോ, പള്ളി പോ. ഈ അമ്മച്ചി ഒരു ആയുഷ്കാലം മുഴുവൻ പറഞ്ഞതാണ്. 10-40 കൊല്ലം ജഡോ മനുഷ്യൻ രാവിലെ പള്ളി പോവും. ഓക്കെ മക്കളെ, ഞാൻ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞ കഥയില്ല. ആ മനുഷ്യൻ വന്നു എന്നോട് വായിച്ച കുമ്പസാരിക്കണം. ഒന്നും ഞാൻ പറയണില്ല, സുന്ദരമായിട്ടൊരു കുമ്പസാരം. ഞാൻ കുമ്പസാരത്തോട്ട് ഓടിയിരുന്നുണ്ട്. മനോഹരമായിട്ടൊരു കുമ്പസാരം ഈ ചേട്ടായി നടത്തി. ഞാൻ ചില കാര്യങ്ങൾ ചേട്ടായോട് പറഞ്ഞു, അനുസരിക്കാച്ചു, ചെയ്യാച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. ചേട്ടത്തെ വന്നിട്ട് പറഞ്ഞു, അച്ചോ ഈ മനുഷ്യനൊന്നും നന്നാക്കി തഴച്ചു, ഇയാളൊന്നും ഗുണം പിടിക്കുന്നില്ലല്ലോ അച്ചോ, അച്ഛനെ ഉപദേശിക്കച്ചോ. നമ്മൾ ചേച്ചിയിലൊന്ന് കണ്ടച്ചു പോയാൽ മതി, ഇനി നന്നാകേണ്ടത് ചേച്ചിയാണ്. എല്ലാം വിട്ടുകൂടാക്കാൻ മാറ്റമില്ല. ഈ ചേച്ചി 3 ദിവസമായിട്ട് ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ ഭർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ട്. നോക്കിക്കേ, ആ രാത്രിയിൽ നിങ്ങളുടെ വീട്ടിൽ പ്രകാശം ഉണ്ടാകാൻ പോകുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഇന്ന് നാളെ അല്ലെ മറ്റന്നാൾ കുമ്പസാരിക്കണമെന്ന്. ഇന്നും പറ്റത്തില്ല, ഇത് നാളെ അല്ലെ മറ്റന്നാൾ നിങ്ങൾ കുമ്പസാരിക്കണം. വലിയ പാപമില്ല, എന്നാലും കുമ്പസാരിക്കണം. അടുത്ത കുർബാന നല്ലൊരു കുമ്പസാരം നടത്തിയിട്ടായിരിക്കണം. പുതിയ വർഷം 2025 ആണ്ട് ഇന്നിവിടെ ജൂബിലി ആരംഭിച്ചു. ഒരു ജൂബിലി കുമ്പസാരം നടന്നു. ഞാനിന്ന് രാവിലെ വണ്ടി എടുത്തു. എനിക്ക് ഞാൻ വലിയ കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ വണ്ടി ഞാൻ രാവിലെ കുമ്പസാരിച്ചു. രാവിലെ പോയി കോട്ടയത്ത് എൻ്റെ ആത്മീയഗാനം കാണാൻ പറ്റിയില്ല. വേവലച്ചെന്ന് ഞാൻ കുമ്പസാരിച്ചിട്ടാണ് ഞാൻ ഈ കൺവെൻഷൻ കൊണ്ടിരിക്കുന്നത്. വരാൻ സമയമില്ല, ടൈമില്ല. കുർബാന കഴിഞ്ഞാൽ ഇറങ്ങി ഓടിപ്പോയി കുമ്പസാരിച്ചു. ഒരു നല്ല കുമ്പസാരം നടന്നു. 2 ആഴ്ചയിൽ ഒരിക്കൽ ചുരുങ്ങിയത് കുമ്പസാരിക്കും. കുർബാന സ്വീകരിച്ച് നോക്കുകയും കരഞ്ഞ് പറഞ്ഞ് കുമ്പസാരിച്ചിട്ടുണ്ട് കുർബാന സ്വീകരിച്ച് നോക്കുകയും ഒന്നിനും തരാൻ പറ്റില്ല ആനന്ദം. ആ ആനന്ദം വേറെ ലോകത്തിൽ ഒന്നിനും തരാൻ പറ്റില്ല. കരഞ്ഞ് പറഞ്ഞ് കണ്ണീരിലെ കുമ്പസാരിക്കാൻ പോയതല്ല. ചൊറിഞ്ഞിട്ടുണ്ട്, മാന്തിയിട്ടുണ്ട്, ഇത് പറയാൻ വേണ്ടി കുമ്പസാരിക്കൊന്നും വേണ്ട. സ്നേഹക്കുറവ് വന്നച്ചോ, അദ്ദേഹത്തോട് എനിക്ക് സ്നേഹക്കുറവ് തോന്നി. ഭാര്യയെ ഞാൻ സ്നേഹിച്ചിട്ടില്ല അച്ഛൻ. ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ തൊണ്ടയിടാണ്. സ്നേഹിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ കണ്ണീര് ഇരുണ്ടിട്ടുണ്ട്, കണ്ണീര് വീഴണം. അല്ല ദേഷ്യപ്പെട്ടിട്ടുണ്ട്, കോപിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ നിന്റെ സ്വരമിടണം. ഇല്ല കുമ്പസാരിച്ചല്ലേ. നാടകം അഭിനയിക്കാനല്ല ഞാൻ പറയുന്നത്. സ്പോണ്ടേനിയസ് ആയിട്ട് ചങ്ക് പറഞ്ഞ് മിണ്ടാമടത്തിലെ സിസ്റ്റർമാരെ കുമ്പസാരിപ്പിക്കുന്ന ആളാണ് ഞാൻ. The most or the holiest people on the earth. അതെ, മാലാഖമാരവർ. അവരുടെ കുമ്പസാരക്കാരനാണ് ഞാൻ. ഒരു കഴിഞ്ഞ 15 വർഷമായിട്ട് ഏങ്ങലടിക്കാൻ പാപം ചെയ്യാൻ അറിയത്തില്ല. മാലാഖമാരുടെ പ്രത്യേകം പാപം ചെയ്യാൻ അറിയത്തില്ല. പാപം ചെയ്യാൻ അറിയാത്തവർ എന്തിനായി ഏങ്ങലടിച്ചത്? പാപം പറയാൻ പാടില്ല, പക്ഷെ പാപം അല്ലാത്തതുകൊണ്ട് പറഞ്ഞേക്കാം. പ്രാർത്ഥിച്ചപ്പോൾ ഇച്ചിരി സ്നേഹം കുറവായിരുന്നു. കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പം ഈശോയോട് ഈശോ ഇഷ്ടമാണെന്ന് പറഞ്ഞോ ഇല്ലയോ സംശയം. ദേവങ്ങളെ, എൻ്റെ കുമ്പസാരം മാസാവധിയാണ്. ഈ പുണ്യത്തിൽ ഇവരുടെ കുമ്പസാരം കേട്ട് കഴിയുമ്പോൾ എല്ലാ തിങ്കളാഴ്ചയും രാവിലെ ഞാൻ 3-4-5 പേരെ വെച്ച് കുമ്പസാരിപ്പിക്കും. ആ ഒരു കുമ്പസാരം കഴിയുമ്പോൾ എനിക്ക് നിർമ്മതി, എന്തൊരു വിശുദ്ധിയാണ്. അവരുടെ പാപത്തിൽ അവരുടെ പാപം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ പുണ്യമാണ്. അവരുടെ ഏറ്റവും വലിയ പാപം അതിനകത്ത് മുങ്ങിക്കളയും. പക്ഷേ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കുമ്പസാരം തുടങ്ങുമ്പോൾ പൊട്ടുന്ന സിസ്റ്റർമാർ, ഏങ്ങലടിക്കുന്ന സിസ്റ്റർമാർ, കണ്ണീരില്ലാതെ കുമ്പസാരിക്കില്ല. മക്കളെ അല്ലേ, സ്നേഹിച്ചില്ലെന്ന് പറയുമ്പോൾ വേദന വരത്തില്ല നിങ്ങൾക്ക്? എനിക്കറിയില്ല, എനിക്ക് വരും. ദേഷ്യപ്പെട്ടെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ തൊണ്ടയിലാകാറുണ്ട്. കോപിച്ചെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലാത്ത ചങ്കിടിപ്പ് വരാറുണ്ട്. ഞാൻ പറയും അയാൾ അനുഭവത്തിൽ കരഞ്ഞ് കുമ്പസാരിച്ച് നോക്കിക്കേ, കരഞ്ഞൊന്ന് കുമ്പസാരിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. നമുക്കെല്ലാം ശരികളായിപ്പോ അല്ലേ? ഇപ്പൊ ഒന്നും തെറ്റല്ലല്ലോ, നമുക്ക് ഒന്നും തെറ്റുകളില്ല. ഈ കാലഘട്ടത്തിൽ ശാപം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഒന്നും പാപമല്ല.
പാപമല്ല. എന്തും കാണാം, എന്തും കേൾക്കാം, എന്തും പറയാം, എന്തും തൊടാം, എന്തും തിന്നാം, എന്തും കുടിക്കാം. നിനക്ക് നഷ്ടപ്പെടുന്നത് കണ്ണിന്റെ കാഴ്ചയാണ്. നിനക്ക് നഷ്ടപ്പെടുന്നത് കർത്താവിനെ കാണാനല്ല ആ കാഴ്ചയാണ് പറയുന്നത്. നിനക്ക് യു കാൻ സീ ഗോഡ് ദെൻ. പിന്നെ നിനക്ക് കർത്താവിനെ ചക്കിൽ അനുഭവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം നമ്മൾ ധ്യാനം തുടങ്ങിയപ്പോൾ പറഞ്ഞ വാക്യമുണ്ട്, വിശ്വാസത്തിന്റെ അന്ധകാരം. പുണ്യാളനാന്ന് പറഞ്ഞുകൊണ്ട് നടപ്പ്. ഒരു കാരണവശാലും സ്വർഗ്ഗത്തിൽ പോകത്തില്ല. പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന, ആരാധനയ്ക്ക് ആരാധന, സ്തുതിപ്പെല്ലാം ഉണ്ട്. നോ, ദാറ്റ് വിൽ നോട്ട് ടേക്ക് യു ടു ഹെവൻ ബൈ ദ നെയിം. നിന്റെ ആത്മാർത്ഥതയിൽ, നിന്റെ നിഷ്കളങ്കതയിൽ എല്ലാം ഒരു നീ കുർബാനയുടെ മുമ്പിൽ കരഞ്ഞിട്ടില്ല, നീ സ്വർഗ്ഗത്തിൽ പോവില്ല. ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേ പറയുമ്പം നിന്റെ സ്വരമേടയിൽ നീ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. നന്മ നിറഞ്ഞ മറിയമേ എന്നൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോ ഒന്ന് കരയാനുണ്ട്, ഇടറാൻ പറ്റിയില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. ചുമ്മാവായി നല്ലത് പതിവായി പോയി നമുക്ക്. ഹല്ലേലൂയ, ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിഷ്യന്മാര് വിചാരിച്ചു എന്തൊക്കെയോ സംഭവിക്കുന്നത്, പക്ഷെ എല്ലാം തീർന്നു പോയതേ. അവനെ കൊന്നു, അവനെ കൊന്നു, കൊണ്ടുപോയി കുഴിച്ചു വിട്ടു, കല്ലറയിൽ അടക്കി. ഞങ്ങൾ കണ്ടതല്ലേ, അവൻ കുരിശേ കിടന്ന് കരയുന്നത് ഞങ്ങൾ കണ്ടതല്ലേ. ദൈവമുണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ കോവിഡ് വരുമായിരുന്നോ? ദൈവം ഉണ്ടായിരുന്നെങ്കിൽ സുനാമി വരുമായിരുന്നോ? ദൈവം ഉണ്ടായിരുന്നത് കടലിൽ മീനില്ലാതാകുമായിരുന്നോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവങ്ങളെ കുർബാനയെ ചോദിച്ചിരുന്നതൊക്കെ എനിക്കറിയാം. എൻ്റെ കർത്താവ് ഒരു വിസ്മയമായി മാറുമെന്ന് എനിക്കറിയാം. എൻ്റെ കർത്താവ് ഒരു അത്ഭുതമായി മാറുമെന്ന്. ഈ തിരുവോസ്തി ഒരു അത്ഭുതമായി, ഈ തിരുവോസ്തി ഒരു കൃപയായി, ഈ തിരുവോസ്തി ഒരു അഭിഷേകമായി മാറുമെന്ന് എനിക്കറിയാം. ഓരോ പ്രഭാതത്തിൽ കുർബാന സ്വീകരിക്കുന്നില്ലേ, ഈ സ്വീകരിച്ച കുർബാന എന്റെ ജീവിതത്തിൽ ഒരു അഭിഷേകമായി മാറുമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ, ഈ ഉറപ്പോടെ കുർബാന ചെയ്ത് എന്റെ പൊന്നുമക്കൾ വീട്ടിലോട്ട് പോട്ടെ. ഈ ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ കുർബാന ചെയ്ത് നിങ്ങളൊന്ന് വെളിയിലേക്ക് ഇറങ്ങിക്കേ. നടക്കും മക്കളെ. നീ ചവിട്ടുന്നിടത്ത് അത്ഭുതമാണ്, നീ ചുവട് വെക്കുന്നിടത്ത് അത്ഭുതമാണ്. നീ ആഗ്രഹിക്കുന്ന, നീ വീട്ടിൽ ചെന്നൊരു കുരിശ് വരച്ചാൽ അതൊരു അനുഗ്രഹത്തിന് കുരിശായി മാറും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചെറുപ്പ ഹല്ലേലൂയ, ചെറുപ്പ ഹല്ലേലൂയ. പറയണം. നിങ്ങൾ ഒത്തിരി അമ്മമാരെ എഴുതിയിരിക്കുന്നത്. എൻ്റെ അടുക്കല് പുണ്യാളിന്റെ പള്ളിയിൽ വന്ന് സാക്ഷ്യം പറയാനുണ്ട്. പക്ഷേ കുഞ്ഞിനെ ഗർഭം ധരിച്ചു കഴിയുമ്പോൾ 9 മാസം പള്ളി വരുവാൻ വെച്ചു. എന്താ അറിയോ, കൊച്ച് കരയുന്ന കൊച്ചിനെ എന്നെ സ്വരം കേൾപ്പിച്ചാൽ മതി. സാധാരണ കൊച്ചുങ്ങൾ കരയുക ചെയ്യുന്ന എൻ്റെ ഒച്ച കേട്ട. ഈ അമ്മമാരും അച്ഛനും പറഞ്ഞു കഴിഞ്ഞാൽ ക്വയറ്റ്. കൊച്ച് 9 മാസം വയറ്റിൽ കിടന്നപ്പോഴേ എല്ലാ ദിവസവും വചനം കേൾക്കും. നമുക്ക് അഭിഷേക വചസ് എന്ന് പറഞ്ഞൊരു വചന ശിശുണ്ട്. എല്ലാ ദിവസവും രാവിലെ 5 മിനിറ്റ് ഒരു കുഞ്ഞു വചനം, ഒരു കുഞ്ഞു പ്രാർത്ഥന. അത് കോട്ടയം സെന്റ് ആൻസ് യൂട്യൂബ് ചാനലിൽ കിട്ടുന്നത്. ഈ കുഞ്ഞു വചനം ഇത് എനിക്ക് അത്ഭുതം തോന്നുന്നു കേട്ടോ. ഞാൻ സത്യം ഈ ബൊമ്മച്ചനൊക്കെ നിർബന്ധിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വചനം എടുക്കുന്നത്. പക്ഷേ ഓരോ മനുഷ്യനും വന്ന് പറയിച്ചു. അന്ന് ആ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇന്ന് എന്നോട് വർത്താനം പറഞ്ഞു. അച്ഛനെ പറഞ്ഞ എൻ്റെ കാര്യം ഇങ്ങനെ അച്ഛനാണ്. ഹല്ലേലൂയ. അച്ഛനല്ലല്ലോ പ്രസംഗിക്കുന്നത്, പരിശുദ്ധാത്മാവല്ലേ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് വലിയ തൃപ്തിയാണ്. മനുഷ്യൻ മനസ്സുമല്ലാതെ ഒരു പുരോഹിതൻ എന്നതിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രാത്രി നമുക്കൊന്നും കിട്ടിയില്ല. എടക്കൂട്ട, നീ തോറ്റു നിൽക്കുമ്പോൾ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം. നീ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നീ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം. നീ വല്ലാതെ തീർന്നു പോകുമ്പോൾ നീ നന്നായിട്ടത് കുമ്പസാരിച്ച് നീ ഇത് കുർബാന സ്വീകരിച്ചു നോക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, ആ രാത്രിയിലൊന്നും കിട്ടിയില്ല. പക്ഷേ ഈ രാത്രിക്ക് ഒരു പ്രഭാതമുണ്ട്. എല്ലാ രാത്രിക്കും ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം. എന്താണ് ആ പാട്ട്? ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ട് തോറ്റണം.
കവിളോടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. വിശ്വാസത്തോടെ ദൈവത്തെ നോക്കിയ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവർ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. വിലപൊഴിയും കാലങ്ങൾക്കപ്പുറം കവിളഴിയും കാലമുണ്ട് തോക്കണം. കർത്താവിന്റെ ഒരു സീസൺ. കവിളൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു മലയിൽ കയറിയിരുന്ന് പഠിപ്പിച്ചപ്പോ പറഞ്ഞു എന്ന് പറഞ്ഞ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തില് 8 ഭാഗ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 8 ഭാഗ്യങ്ങൾ കുർബാനയുടെ മുമ്പിൽ ആരാധിക്കാനിരുന്ന മനുഷ്യരാണ്. ഈ 8 പേര് പള്ളി പ്രാർത്ഥിക്കാൻ വന്ന കാര്യമാണ്. 8 പേര് പ്രാർത്ഥിക്കാൻ വന്നു. അവരെ കണ്ടിട്ട് പറയുക, ഓരോരുത്തർ കുർബാന ആരാധനയ്ക്ക് വന്നിരുന്ന പറഞ്ഞു, ദരിദ്രനാ വന്നിരിക്കണേ, മീൻ കിട്ടിയിട്ട് ഒരാഴ്ചയായി, വലിയ ദാരിദ്ര്യത്തിലാണ്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാൻ. ദാരിദ്ര്യം നല്ലതാണല്ലേ. ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് കൈനീട്ടി നിൽക്കാൻ. ദൈവം ദരിദ്രനാക്കിയത് നിന്നെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടല്ല. So that you may taste and see how good is the Lord. Hallelujah. ദരിദ്രരെ, ഒന്നാമത്തെ ബൈബിളിൽ ഏറ്റവും ഭാഗ്യം പിടിച്ച മനുഷ്യന്റെ കാര്യം പറയുന്നത് ദരിദ്രരെ. എന്തുമാത്രം കടക്കണികളല്ലേ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അച്ഛനറിയാം, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രദേശം, മലമ്പ്രദേശവും ആ ഒരു ബിസിനസ്സുകളെല്ലാം പൂട്ടി. വരുമാനമൊന്നുമില്ല മനുഷ്യർക്ക്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നവരൊക്കെ കഷ്ടപ്പാടിലാണ്. സ്ഥലം വിൽക്കാനും വീട് വിൽക്കാനും നാട്ടിൽ മനുഷ്യർ ഓടി നടക്കുക. ഒരു പ്ലോട്ട് വിറ്റ തീരുന്നില്ല, വിൽക്കത്തില്ല. മനുഷ്യന്റെ കയ്യിൽ പൈസയില്ല. ദരിദ്രരെ. രണ്ടാമത് പറയുന്നത് എന്താണ്? കരയുന്നവര്. തോരാ കണ്ണീരുമായിട്ട് കുർബാനയുടെ മുമ്പിലിരിക്കുന്നവരുവാ കരയുന്നവര്. നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. ഒരു കുർബാന തരുന്ന ഉറപ്പാണ്. ഒരു കുർബാന തരുന്ന ഉറപ്പാ. കുർബാനയുടെ മുമ്പിൽ നീ കരഞ്ഞ നിന്റെ കണ്ണീർ ഒപ്പിയിട്ട് കർത്താവ് അവിടുന്ന് നിന്നെ എഴുന്നേൽപ്പിച്ചു വിടത്തുള്ളൂ. എന്നോട് മക്കൾ വന്ന് പറയാൻ വിളിച്ചു, പള്ളി വന്ന് കുറച്ചങ്ങോട്ട് കരഞ്ഞു, കുറച്ചു നേരം കരഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ആശ്വാസം, വല്ലാത്തൊരു ബലം, വല്ലാത്തൊരു സമാധാനം. ഒരു ധൈര്യമായിട്ട് ഒരു ബലം കിട്ടുക. രണ്ടാമത്തത് കരയുന്നവര്. മൂന്നാമത്തത് കഴിവില്ലാത്തവര്. എന്തെങ്കിലൊന്ന് ചോദിക്കാൻ പോലും കഴിവില്ല. പാവം ശാന്തശീലര്. ഒന്നും ആഗ്രഹിക്കണമെന്ന് പറയാൻ കഴിവില്ല. കഴിവുകെട്ടവന്മാരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. കഴിവുകെട്ടവർ. ന്യായം പറയാനില്ല, ഒരു ന്യായം പറയാൻ അറിയത്തില്ല, നീതി പറയാൻ അറിയത്തില്ല, ചൂഷണത്തിന് വിധേയരാ. വിശക്കുന്നവര് എന്തേലും തരണേ. കഴിച്ചിട്ടും 2-3 ദിവസമായി. എന്തേലും തരണേ. വിശക്കുന്നവർ ഭാഗ്യവാന്മാർ. നിറച്ചു തരും. കുർബാനയുടെ മുമ്പിൽ വന്ന് വിശന്നില്ല വെല്ലുവിളിച്ചച്ഛനെ പറയണത്. തിരുവചനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിറച്ചു തരും. വിശക്കുന്നവർ ഭാഗ്യവാൻ. ദാഹിക്കുന്നവര്, തളർന്നുപോയെന്നെ ഇച്ചിരി വെള്ളം തരാവോ, ദാഹിക്കുന്നവര്. പലതരത്തിലുള്ള ദാഹം. എന്നെ ആരും സ്നേഹിക്കുന്നില്ല. അച്ഛാ, ഞാനിവിടെ ഒരു വേലക്കാരിയാണ്. അച്ഛൻ,
ഞാനൊന്ന് കിടന്ന ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് തരാൻ ആളില്ല ചോ. ഞാനിവിടെ ഒന്നിനും, ഞാനൊരു ഏഴാം കൂലിയായിവിടെ. ഞാനിവിടെ ഒന്നിനും, ഞാൻ ഇവർക്ക് വേണ്ടി ജാകുക ഞാൻ. പക്ഷെ ഭർത്താവിനത് മനസ്സിലാകുമോ? മക്കൾക്കത് മനസ്സിലാക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നീയും ഭാഗ്യവതിയാണ് കുമാനി എന്ന് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. കരുണയുള്ളവർ, എന്ത് കണ്ടാലും അലിവ. പോക്കറ്റിൽ ഇല്ലെങ്കിൽ കടം വാങ്ങിച്ചു കൊടുക്കും. കരുണയാണ് എല്ലാവരോടും. പൊട്ടനാമേ. കരുണ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ വാക്ക് പൊട്ടനാണ്. പൊട്ടന്മാരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. പൊട്ടന്മാര് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല, എത്ര കളിപ്പിച്ചാലും പിന്നെ കളിപ്പിക്കും ഈ പ്രാക്ടീസിനെ. പൊട്ടന്മാര് വന്നിട്ട് പ്രാർത്ഥിക്കാനുള്ളത് ഭാഗം. പൊട്ടന്മാര് കയ്യിൽ ഹൃദയം എന്ന് പറയത്തില്ലേ, they have their hearts in their hands എന്ന് പറയും. They have their hearts in their hands. സെമിനാരി പഠിപ്പിച്ചൊരു ഫ്രൈസാണ്. കയ്യിൽ ഹൃദയമുള്ളവർ. എല്ലാവരുടെ ഹൃദയം ഇല്ലേ, ഇത് ഇയാളുടെ കയ്യിലാണ് ഹൃദയം. ആരും എന്ന് ചോദിച്ചാൽ കൊടുക്കുക. പൊട്ടന്മാര്. അതുപോലെ കുർബാനം വരുത്തുന്ന വിപ്ലവം കണ്ടോ? കുർബാനയുടെ കൊടുങ്കാറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും പറയുക, ഇതാ ഹൃദയശുദ്ധിയുള്ളവർ. അതും ഏതാണ്ട് ഒന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നിഷ്കളങ്കര്. ശരിയേതാ തെറ്റാന്ന് പോലും അറിയത്തില്ല. ഹൃദയശുദ്ധിയാണ്. കാമ്പറ്റും അറിയത്തില്ല. ആർക്ക് വേണേലും കളിപ്പിക്കാം, എന്നാ പറഞ്ഞാലും വിശ്വസിക്കും. ഇങ്ങനെ തോൽപ്പിക്കപ്പെട്ട ചില മനുഷ്യരില്ലേ, കളിപ്പിക്കപ്പെട്ട ചില മനുഷ്യർ, ഒറ്റ കൊടുക്കപ്പെട്ട മനുഷ്യർ, വീതം വെച്ചപ്പോൾ ഒന്നും കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വീതം വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കുന്ന അപ്പനും അമ്മേൻ്റെ മുമ്പിലുണ്ട്. മൂത്ത ബാബു അപ്പ അമ്മ എഴുതി തന്നേരം, എൻ്റെ പേര് എഴുതി തന്നെ, എനിക്ക് ലോൺ എടുക്കാം, കൊച്ചിനെ പഠിപ്പിക്കാൻ വിടണം. കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടി വീട് സ്ഥലവും കൂടെ മകന്റെ പേരിൽ എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? മകൻ പറഞ്ഞു, ഇറങ്ങു പോകത്ത്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. എന്തായി? അവസാനം തേണ്ടേ അപ്പനും അമ്മയും കൂടെ കേസ് കൊടുത്തിരിക്കും. ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം, ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. കേസ് കളിച്ചിട്ടൊന്നും കാര്യമില്ല, അത് പോയതാണ്. കാരണം അവൻ ബുദ്ധിയുള്ള മോനാണ്, അവൻ ബുദ്ധിയുള്ള മോന. ആ രീതിയിലാണ് അത് എഴുതി വന്നിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, കളിപ്പിക്കപ്പെട്ട മക്കൾ തള്ളിക്കളഞ്ഞ മാതാപിതാക്കന്മാരിൽ ഇരിപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മരുന്ന് വാങ്ങിച്ചു തരാത്ത, നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തരാത്ത മക്കളുള്ള മാതാപിതാക്കളിൽ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ. മക്കളല്ല നിന്റെ ഭാഗ്യം, കുർബാനയാണ് നിന്റെ ഭാഗ്യം. സമാധാനമില്ലാത്തവർ, അസ്വസ്ഥതയിൽ നിൽക്കുന്നവരാണ്. കുടുംബത്തിൽ ഒരു സമാധാനം വിളിച്ചു പറയാമെന്ന് ചിലപ്പോൾ ചിലർ വന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ മതി. വീട്ടിൽ ഒന്നും വേണ്ട, ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും വേണ്ടി പറ്റത്തില്ലല്ലോ. മക്കൾ പ്രാർത്ഥിക്കത്തില്ല, കൊച്ചുമക്കൾ പ്രാർത്ഥിക്കത്തില്ല. ഈ അമ്മച്ചി പ്രാർത്ഥിക്കാനിപ്പോൾ അവരെ തള തുടങ്ങിയിരിക്കുക. എത്രയോ ഒച്ചത്തിൽ ടി വി കൊടുക്കും, പിന്നെ ബഹളവാ, ഒച്ചപ്പാട് ബഹളവാ. അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ മതി, അച്ഛോ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ മതി. അമ്മ ഭാഗ്യവതിയാണ്, അമ്മ ഭാഗ്യവതിയാണ്. ഈ കുർബാന അമ്മയെ ഭാഗ്യവതിയാണ്. എങ്ങനെയെന്നറിയോ? ഈ മക്കള് അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പീഡനമേൽക്കുന്നവർ അത് പ്രാർത്ഥിക്കത്തില്ലെന്നല്ലേ ഉള്ളൂ. തല്ലുന്ന എത്രയോ അപ്പനും അമ്മയെ തല്ലുകൊണ്ട് ജീവിക്കുന്നത്. അച്ഛൻ കഥ പറയുവാന്നൊന്നും വിചാരിക്കില്ല. എൻ്റെ അടുക്ക വന്നതാണ്. ഒരു ദിവസം തലയിലൊരു ആഴമുള്ള മുറിവ് സ്റ്റിച്ചുകൊണ്ട് വന്നിരിക്കുക. മകൻ, നിങ്ങൾക്ക് ഓടാനെന്ന് പറഞ്ഞറിയോ? തടി വെട്ടുന്നത് വെച്ച് വെട്ടിയതാണ് ചെറുക്കൻ. അപ്പനെ കൊല്ലാൻ വേണ്ടി അയാളുടെ കുരുത്തം കൊണ്ട് എവിടെയോ തട്ടിയിട്ട് മതൊക്കെ കൊണ്ടതേ ഉള്ളൂ. എന്നാലും 10-24 ഈ തലയ്ക്ക് മുകളിലൂടെ എന്തു പറയും? ആശ്രമിച്ചിട്ട് എല്ലാം വേണം. വീണതാന്ന് പറഞ്ഞു, കോടാലിയുടെ മുകളിലോട്ട് വീണത്. ഞാൻ ചുമ്മാ കഥ പറഞ്ഞതല്ലത്. ഒരു 18 വയസ്സുള്ള ചെറുക്കൻ കഞ്ചാവ് അടിച്ച് കഞ്ചാവിന് അഡിക്റ്റായി. മോനെ തിരുത്തി കഴിഞ്ഞപ്പം അപ്പൻ്റെ തലക്കെട്ട് വെട്ടി. ഈ പാവം പിടിച്ച മനുഷ്യനോട് പറഞ്ഞു, അച്ഛനോട് മാത്രമാണ് പറയണേ,